ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബിയിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അൽ മുജ്തബ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, മാഷാ അല്ലാഹ്, ഇന്ന് കുറച്ച് സമയം മഗ്‌രിബ് മുതൽ ഒരു ഇശാ വരെ നമ്മൾ ആഴ്ചകളിലൊക്കെ ഒരുമിച്ചിരിക്കാറുള്ള ഒരു വിജ്ഞാന സദസ്സിന് വേണ്ടി അല്പസമയം മാറ്റിവെച്ച നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പം ഇന്ന് സംസാരിക്കാൻ എന്ത് വിഷയമാണ് തിരഞ്ഞെടുക്കാമെന്ന് ചോദിച്ചപ്പോൾ കുറച്ചേറെ ഇങ്ങനെ ആലോചിച്ചു. കാരണം ഓരോ ആഴ്ചയും പല പല വിഷയങ്ങളിൽ ഓരോ കാര്യങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമകാലികമായി പല വിഷയങ്ങളിലൊക്കെ പല ചർച്ചകളും സംസാരങ്ങളും ഇത്തരത്തിലുള്ള വിജ്ഞാന സദസ്സുകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് എന്താ പറയാമെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഇന്നലത്തെ ഖുതുബയിലെ ഒരു വരി, ഇന്നലെ ദുബൈയിലുള്ള എല്ലാ ഖുതുബയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സ്നേഹിതൻ, കൂട്ടുകാരൻ എന്ന വിഷയത്തിലാണ് മെമ്പറിലെ എല്ലാ ഖത്തീബുമാരും ഇന്നലെ സംസാരിച്ചത്. കേൾക്കുമ്പോഴൊക്കെ വളരെ നമ്മളെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചില നബി വചനങ്ങൾ, വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ വളരെ ഹ്രസ്വമായി, വളരെ ചുരുങ്ങിയ കേവലം 10-15 മിനിറ്റുകൾ കൊണ്ട് തീരുന്ന ഖുതുബകളാണ് നമ്മൾ വെള്ളിയാഴ്ചകളിൽ കാതോർക്കാറുള്ളത്. പക്ഷേ ഇന്നലത്തെ ആ ഒരു വിഷയത്തിലെ ചില വരികൾ, അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ കൊണ്ടുവരേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമാണ് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് ചില ആയത്തുകളെയും ഹദീസുകളെയും ക്രോഡീകരിച്ചത്. ഇന്ന് നമുക്ക് സംസാരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഏറെ ഉപകാരപ്രദമാവേണ്ട ചില വർത്തമാനങ്ങൾ അള്ളാഹു ജീവിതത്തിൽ നമുക്ക് ഫലപ്രദമാക്കി തരട്ടെ. ആമീൻ. സദീഖ് എന്ന പദമാണ് കൂട്ടുകാരന് അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. സദീഖ്, നമ്മൾ ഫ്രണ്ട് അല്ലേ, സദീഖി, മൈ ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഖലീൽ എന്ന് അറബികൾ ഉപയോഗിക്കാറുണ്ട്, റഫീഖ് എന്ന് ഉപയോഗിക്കാറുണ്ട്, സാഹിബ് എന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അറബി ഭാഷയ്ക്കൊരു പ്രത്യേകത, ഓരോ വേർഡും ചില സമയത്ത് അത് നമ്മൾ സ്യൂട്ടായി നിൽക്കുന്ന ചില ഏരിയകളുണ്ട്, ചില സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളുടെ വലിപ്പവും ആ ഒരു പദം, എന്തുകൊണ്ട് ആ ഒരു പദം അവിടെ ഉപയോഗിച്ചു, പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സ്വദീഖി എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് അല്ലേ, ഔ സ്വദീഖിക്കും, സൂറത്തു നൂറിൽ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഒരു വാക്കതാണ്. അള്ളാൻ്റെ സംസാരമാണ്, അള്ളാൻ്റെ കലാമാണ്. വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില മര്യാദകൾ അള്ളങ്ങനെ പറഞ്ഞു തരാൻ. രോഗിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, മുടന്തനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട്, ചില ആളുകളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട്, ആരുടെയൊക്കെ വീടുകളാണ്, ആരുടെയൊക്കെ വീടുകളിൽ അനുവാദമില്ലാതെ പോയി ഭക്ഷണം എടുത്ത് കഴിക്കാം എന്ന് തുടങ്ങുന്ന റബ്ബിൻ്റെ ചില ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തിപ്പോരേണ്ട ചില മര്യാദകൾ ഇങ്ങനെ അള്ളാഹ് പറഞ്ഞു തന്നപ്പോൾ, ഔ ബുയൂത്തി ആബായിക്കും ഔ ബുയൂത്തി ഉമ്മഹാത്തിക്കും ഔ ബുയൂത്തി ഖാലാത്തിക്കും ഔ ബുയൂത്തി അമ്മാത്തിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ചില നമ്മളവിടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ വീടുകളെ അള്ളാഹ് പരിചയപ്പെടുത്തിയെടുത്ത് അള്ളാഹ് പറഞ്ഞ വാക്കാണ് ഔ സ്വദീഖിക്കും, നിങ്ങളുടെ ചങ്ങാതിമാരുടെ, സ്നേഹിതന്മാരുടെ വീടുകൾ എന്ന്. അഥവാ ഉപ്പയോടൊപ്പം, ഉപ്പമാരോടൊപ്പം, ഉമ്മമാരോടൊപ്പം, ഇഖ്വാനുകൾ സഹോദരന്മാരോടൊപ്പം, പിതൃവ്യന്മാരോടൊപ്പം, അമ്മാവന്മാരോടൊപ്പം, അവരോടൊക്കെ ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഇവരാണെങ്കിലും അവരോട് ഒപ്പമല്ല എണ്ണിയതാണ് കൂട്ടുകാർ എന്നുള്ള കാര്യം. അപ്പോൾ സ്വദീഖ് എന്ന ആ ഒരു പദം, അതിനിങ്ങനെ ചില മുഫസ്സിറുകൾ ഇങ്ങനെ ആയത്തുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. ഇമാം ബഗവിയെപ്പോലെ, ഇമാം തബ്രിയെപ്പോലെ ഒക്കെ മഹാ അഗ്രഗണ്യന്മാരായ മുഫസ്സിറുകൾ ആ സ്വദീഖിനെ വിശദീകരിച്ച ഒരു വരി ഇതാണ്. സ്വദീഖ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സത്യസന്ധത വെച്ച് പുലർത്തുന്നവൻ ഞാൻ. അസ്യദുഖു ഫിൽ മവദ്ദ, സ്നേഹിക്കുന്ന കാര്യത്തിൽ ഒരു സ്നേഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സ്നേഹത്തിൽ ഒരു കലർപ്പില്ല,
നല്ല സത്യസന്ധമായി അള്ളാഹിൻ്റെ വജൂഹ് ഉദ്ദേശിച്ച് സ്നേഹിക്കുന്ന ആളുകൾ എന്നാണ്. അതുകൊണ്ടാണ് ഇന്നലത്തെ ഖുത്ബയുടെ തുടക്കത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നത് അല്ലേ, ഖുത്ബയിൽപ്പെട്ടതാണ്. അവിടെ കൊടുത്ത ആയത്ത് ഏതായിരുന്നു? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനു മഅസ്സാദിഖീൻ. ആയത്തെ ഉപദേശതാണ്, വസിയത്ത് അതായിരുന്നു. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വകൂനു മഅസ്സാദിഖീൻ. സാദിഖീൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധരിൽ നിങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുക. ഏതൊരു കാര്യത്തിലും അല്ലേ, ഒരു ദുരുദ്ദേശമില്ലാതെ, അതല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിക്കണമെന്നുള്ള ചിന്തകളില്ലാതെ, സത്യസന്ധത, വിശ്വാസ്യത, അതിനെ കീപ്പ് ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. നമുക്കൊക്കെ ഒരുപാട് ചങ്ങാതിമാരുണ്ട് അല്ലെ, ഒരുപാട് സ്നേഹബന്ധങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി സ്നേഹിക്കുന്നത് പോലെ, ഒരു മുഅ്മിൻ സ്നേഹം വെച്ച് പുലർത്തുന്നത് പോലെ ലോകത്ത് ആരും സ്നേഹിക്കുന്നവനില്ല എന്നാണ്. അപ്പം സ്നേഹം എന്ന വാക്ക് ഇന്ന് നമുക്ക് സ്നേഹിക്കാം, നമുക്ക് ജീവിക്കാം എന്നൊരു വിഷയമാണ് സംസാരിക്കാൻ വിചാരിച്ചത്. സ്നേഹിക്കാമെന്ന് പറയുമ്പോൾ അല്ലേ, സ്നേഹം അതിൻ്റെ പല മേഖലകളുണ്ട്. ഇപ്പോൾ സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്കിടയിൽ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ആവേശമാണ്, അവരുടെ ഡോപ്പമിൻ്റെ അളവ് കൂടും. ഇന്നെന്തെല്ലാം അല്ലേ, സ്നേഹവുമായി ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം കോഴ്സുകളാണ് ഓരോ ദിവസവും ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിൻ്റേതായ എത്ര സിമ്പലുകളാണ് അല്ലെ, ചിത്രമെടുക്കുമ്പോഴും അല്ലാതെ ഒരാൾക്കൊരു മെസ്സേജ് അയക്കുമ്പോഴേക്ക് ആളുകൾ ഉപയോഗിക്കുന്നത്. സ്നേഹം ഇങ്ങനെ പരന്നു വയ്ക്കും. ചില കവികളൊക്കെ സ്നേഹത്തെ സംബന്ധിച്ച് എഴുതിയ കവിതകളൊക്കെ വായിക്കുമ്പോൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾക്കൊക്കെ എല്ലാവരും ഉപയോഗിക്കാറുള്ളത് പോലെ ലോകം മുഴുവൻ അല്ലേ, സ്നേഹമാണ് അഖില സാരമൂടിയിൽ എന്നൊക്കെ മലയാളത്തിലെ മഹാകവികളൊക്കെ പറയുന്ന വരികൾ വളരെ എല്ലാ കാലത്തും പ്രസക്തവും എല്ലാ കാലത്തും എല്ലാവരും സംസാരിച്ചു പോരുന്നതുമാണ്. എന്നാൽ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് സ്നേഹം, ഇഷ്ടം എന്ന ആ ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട്, അഖീദയുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഗൗരവം ചെലുത്തേണ്ടതുമായ ചില നിർദ്ദേശങ്ങൾ അത് അള്ളാഹുവിൻ്റെ കലാമിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാനാകും. അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല മകിടോദാഹരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്, മുഅ്മിനീങ്ങളുടെ നേതാവ്. നബിയുടെ ജീവിതം നോക്കിയാൽ നബി പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ ചില മേഖലകളുണ്ട്. നബി നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ ചില വിശാലതയുണ്ട്. നബി കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല അടയാളങ്ങളും ചിഹ്നങ്ങളും നബിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അല്പസമയം അതൊക്കെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ, അതെല്ലാം നമ്മൾ കേട്ടു പോകുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം നമ്മുടെ വിശ്വാസത്തോടൊപ്പം ആ ഒരു സത്യസന്ധതയെ നിലനിർത്തി പോരണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുക. അള്ളാഹു ആ ഒരു നിലക്ക് ഈ ഒരു സംസാരം ഉപകാരപ്പെടുത്തി തരട്ടെ എന്ന് വീണ്ടും റബ്ബിനോട് പ്രാർത്ഥിക്കാൻ. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂലാൻ സ്നേഹത്തെ കൃത്യമായി പഠിപ്പിച്ച ഒരു അധ്യാപകൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ലോകത്ത് സ്നേഹത്തെ കൊണ്ടുവന്ന് നിറച്ചു. ആ സ്നേഹത്തിലേക്ക് ഒരു ജീവിതം എന്ന് പറയുന്നില്ലേ, ഒരു ജീവിതം തന്നെ സ്നേഹമില്ലാത്ത ജീവിതം അത് നിറം മങ്ങിയതാണ്, ഒരു രസം ഉണ്ടാവില്ല. പരസ്പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാത്തവരാണെങ്കിൽ, സ്നേഹമില്ലാത്തവരാണെങ്കിൽ, ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ ജീവിതം തന്നെ വളരെ നിരാശയും, ആ ജീവിതം തന്നെ ഒരു ഉണങ്ങിയതും, ഒരു നിലക്കും ഒരു പ്രഭയുമില്ലാത്ത രീതിയിൽ ആ ജീവിതം തന്നെ അങ്ങ് നഷ്ടപ്പെടും. എന്നാൽ ജീവിതത്തിലേക്ക് സ്നേഹത്തിൻ്റെ മാനത്തെ, സ്നേഹത്തിൻ്റെ വിശാലതയെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ, ഓരോ വസിയത്തുകളിലൂടെ, നസീഹത്തുകളിലൂടെ മുഅ്മിനീങ്ങളങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ. അത് വളരെ രസമാണ്. അതിങ്ങനെ വായിച്ചു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്തൊക്കെ ആ സ്നേഹത്തിൻ്റെ വിശാലത ഇങ്ങനെ പറഞ്ഞു തരാൻ, നബി ചെയ്തു തന്ന നബിയുടെ സ്നേഹത്തിൻ്റെ ഓരോ മേഖലകളെ. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി അതിനൊക്കെ ജീവിതത്തിൽ എടുത്തണിയണം. അത് കറകളഞ്ഞതാവണം. അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ അല്ലേ, മറ്റ് മാതാപിതാക്കളോടുള്ള സ്നേഹമാണെങ്കിലും, നമ്മുടെ ഇണകളോടുള്ള സ്നേഹമാണെങ്കിലും, മക്കളോടുള്ള വാത്സല്യമാണെങ്കിലും, അധ്യാപകരോടുള്ള സമീപനങ്ങളാണെങ്കിലും, സുഹൃത്തുക്കളോടും സ്നേഹിതന്മാരോടുമുള്ള നമ്മുടെ സ്നേഹമാണെങ്കിലും, എന്തിനേറെ ജീവജാലങ്ങളോട് പോലും നമ്മൾക്കുണ്ടാകുന്ന, നമുക്ക് തോന്നുന്ന നൈസർഗികമായ അള്ളാഹു നൽകുന്ന ആ ഒരു വലിയ നിഅമത്തിൻ്റെ വലിപ്പത്തെ തിരിച്ചറിയാനാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. എല്ലാ വ്യക്തികളോടും. ഇപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമനെ അള്ളാഹ് പറഞ്ഞയച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ നിഅമത്തായി അള്ളാഹ് എടുത്തു പറഞ്ഞ കാര്യമാണ്. അത് അള്ളാഹിൻ്റെ വലിയ മിന്നത്താണ്. അപ്പോൾ ആ നബിയുടെ ജീവിതം മുഴുവൻ, നബിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ആ ഉദാഹരണങ്ങൾ മുഴുവൻ
അതൊരു അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്താണ്. കാരണം അള്ളാഹ് ഇങ്ങനെ കാണിച്ചു തരാൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സ്നേഹിക്കണം, ആരെ സ്നേഹിക്കണം, സ്നേഹം എങ്ങനെയായിരിക്കണം, സത്യവിശ്വാസിയുടെ മനസ്സിലുള്ള നൈസർഗികമായ സ്നേഹത്തെ അവനെങ്ങനെ വളർത്തിയെടുക്കണം എന്നൊക്കെ അള്ളാഹു ഇങ്ങനെ എന്ത് ചെയ്യാണ് ആ നബിയിലൂടെ നമുക്ക് കാണിച്ചു തരാൻ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പറഞ്ഞയച്ചു എന്ന് പറയുമ്പോൾ ആ വരികൾ തന്നെ എത്രമാത്രം പ്രസക്തമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എടുത്തു സൂചിപ്പിച്ചത്. ആ സ്നേഹത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളുടെ സ്നേഹത്തിനൊരു ഉദാഹരണം പറഞ്ഞു. വിശ്വാസികൾ പരസ്പര സ്നേഹം ഉണ്ടാവണം, ആ സ്നേഹത്തിൽ സത്യസന്ധത ഉണ്ടാവണം മുഅ്മിനീങ്ങൾക്ക്. കാരണം അപ്പോഴാണ് എന്തുണ്ടാവുക, ഒരു നല്ല ഒരു ഉമ്മത്ത് ഉണ്ടാവുക, സമൂഹം, ഒരു നല്ല സമൂഹം ഉണ്ടാവണമെങ്കിൽ ആ നല്ല സമൂഹത്തിൽ ആൾക്കാർക്ക് സ്നേഹം വേണം. സ്നേഹമില്ലേ ഒരു നല്ല സമൂഹം ഉണ്ടാവില്ല. സ്നേഹമില്ലേ നല്ലൊരു രാജ്യം ഉണ്ടാവില്ല. സ്നേഹമില്ലേ നല്ല അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ നല്ലൊരു സ്നേഹബന്ധമില്ലേ അവിടെ നല്ലൊരു വിദ്യാലയമില്ല. ഒരു നല്ല സ്ഥാപനം, ഒരു തൊഴിലിടങ്ങൾ, ആ തൊഴിലിടങ്ങളിൽ അവിടെയുള്ള ആളുകൾ തമ്മിൽ പരസ്പര സ്നേഹമില്ലേ അവിടെ ഒരു വിജയമില്ല, അവിടെ വളർച്ചയില്ല, അവിടെ തകർച്ചകളാണ്. അത് ഒരു കുടുംബത്തിൽ ഉമ്മയും മക്കളും ഉപ്പയും മക്കളും ഉമ്മയും ഉപ്പയും തമ്മിൽ ഒന്നും സ്നേഹമില്ലേ ആ കുടുംബത്തിന് നിലനിൽപ്പില്ല, അവിടെ ഒരു സമാധാനവും സ്വസ്ഥതയുമില്ല. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയുടെ ജീവിതമെന്ന് പറയുന്നത് സ്നേഹത്താൽ നിറഞ്ഞതാണ്. അവിടെ ഒരിക്കലും അവനൊരു സെൽഫിഷ് അല്ല. ഒരു മുഅ്മിൻ ഒരിക്കലും അവിടെ സ്വാർത്ഥനല്ല. കാരണം അവൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ടതാണ്. സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ആളുകൾക്കിടയിൽ എന്ത് ചെയ്യുന്നത്, പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുന്നത്. ലോകത്ത് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത്, ചൂഷണങ്ങൾ വർദ്ധിക്കുന്നത്, ജീർണതകൾ വർദ്ധിക്കുന്നത്, ലോകത്ത് എന്തെല്ലാം ദുഷ്പ്രവർത്തനങ്ങളാണ്, മ്ലേച്ഛതകളാണ്, ചതിയും വഞ്ചനയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. എന്താ, സ്നേഹമെന്ന സംഗതിയിൽ സത്യസന്ധത ഇല്ല. കാപ്പട്ടി ഇങ്ങനെ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അത് എല്ലാ മേഖലകളും നോക്കിയാലും വ്യക്തിപരമായി സാമൂഹികപരമായി ഏറ്റവും വലിയ ഒരു നാടിനെ തന്നെ മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയുടെ ഓരോ വരികൾ അതിലോടൊപ്പം ഇങ്ങനെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം നമുക്ക് തിരിച്ചറിയാം. റസൂലുള്ളാഹി പറഞ്ഞു, സത്യവിശ്വാസികൾ കലർപ്പില്ലാത്ത സ്നേഹം നെഞ്ചിൽ ഒതുക്കി ജീവിക്കുന്നവരാണ്. കലർപ്പില്ല, കറകളഞ്ഞ സ്നേഹം. കാരണം അത് പഠിച്ച റബ്ബ്, അത് റബ്ബിൻ്റെ കാര്യത്തിലുള്ള സ്നേഹമാണ്. റബ്ബിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്നുള്ള നിലക്ക് നമ്മളെ മനസ്സിൽ ഇങ്ങനെ വളർത്തിയെടുത്ത സ്നേഹം. അള്ളാഹു നമ്മളെ പരിഗണിക്കുമെന്നുള്ള നിലക്ക് ആര് കണ്ടില്ലെങ്കിലും എൻ്റെ ഉള്ളകം അള്ളാഹ്ക്ക് അറിയാം. വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യമോ വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങളോ അല്ല. അത് എനിക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് അതെൻ്റെ ഈമാനുമായി ബന്ധപ്പെട്ടതാണ് എന്നാകുമ്പോഴാണ് അതിൽ സത്യസന്ധത വരിക. അതുകൊണ്ടാണ് ആ സത്യസന്ധമായ സ്നേഹിതരാവാനൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ഉപദേശിച്ചതും. ഇവിടെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം. നമ്മൾ മദ്രസകളിലൊക്കെ കേട്ട് പരിചയിച്ച ഒരു നബിവചനാണ് മസലുൽ മുഅ്മിനീൻ. ചില സത്യവിശ്വാസികളുടെ ഉപമ റസൂലുള്ളാഹി ചില കാര്യങ്ങൾ ഇങ്ങനെ ഉപമിച്ച് പറഞ്ഞു തരും, ചിലതിങ്ങനെ കഥ പറഞ്ഞു തരും. ചില ഉപമകൾ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവാൻ. റസൂലുള്ളാഹി സത്യവിശ്വാസികളുടെ ഉപമ പറഞ്ഞു. എന്തിൻ്റെ വിഷയത്തിൽ? ഫീ തവാദ്ദുഹിം, അവരുടെ പരസ്പര സ്നേഹത്തിൻ്റെ വിഷയം. വിശ്വാസികൾ പരസ്പര സ്നേഹം ഉണ്ടാവണം, ഇഷ്ടം ഉണ്ടാവണം. നമ്മുടെ പ്രബോധന രംഗം ശക്തമാവണമെങ്കിൽ എന്താവണം? പരസ്പരം അങ്ങോട്ടും സ്നേഹം ഉണ്ടാവണം. സ്നേഹമില്ലേ നമ്മുടെ പ്രബോധനം മുന്നോട്ട് പോകില്ല, ദഅവത്ത് മുന്നോട്ട് പോകില്ല. ദഅവത്ത് മേഖലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തി വൈരാഗ്യങ്ങളും മറ്റൊക്കെ വെച്ച് പുലർത്തിക്കഴിഞ്ഞാൽ ഇഷ്ടമല്ല, വെറും സ്വാർത്ഥ താല്പര്യങ്ങളാണെങ്കിൽ അത് മുന്നോട്ട് പോകില്ല, അത് നിലനിൽക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഏറ്റവും നല്ലൊരു ഉമ്മത്തിനെ കുന്തും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു പ്രബോധക സംഘത്തെ അള്ളാഹുവിൻ്റെ റസൂൽ മോഡിഫൈ ചെയ്തെടുത്തത്, റസൂലിനെ ബിൽഡപ്പ് ചെയ്തെടുത്തത് എങ്ങനെയാണ്? അവർക്കുള്ളിൽ എല്ലാവിധ വിദ്വേഷങ്ങളെയും അവരുടെ ഉള്ളുകളിൽ നിന്ന് എടുത്തു കളഞ്ഞ് അവർക്കുള്ളിലുള്ള പകയെയും അവർക്കുള്ളിലുള്ള എല്ലാവിധ വൈരാഗ്യങ്ങളെയും എടുത്തു കളഞ്ഞ് കറകളഞ്ഞ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല മനസ്സുകളുള്ള വ്യക്തികളാക്കി മാറ്റിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ തയ്യാറാക്കി നിർത്തിയത്. റസൂൽ പറയാൻ, മുഅ്മിനീങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ശത്രുതയും വിദ്വേഷവും വൈരാഗ്യവും പകയും ഒന്നും പാടില്ല. മുഅ്മിനീങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം? സ്നേഹിക്കണം, സ്നേഹമുള്ളവരാവണം. ഈമാന് അത് അവരുടെ ഈമാൻ്റെ ഭാഗമാണ്. അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് മുസ്ലിം സമൂഹങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം കുടുംബങ്ങളിൽ, മുസ്ലിം മഹല്ലുകളിൽ, മുസ്ലിമീങ്ങൾ മുഴുവൻ തിങ്ങിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ ഒക്കെ
പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കാനുള്ള കാരണം എന്താ? ആ ഈമാനിനെ കൃത്യമായി നമ്മൾ വെച്ച് പുലർത്താത്തത് കൊണ്ടാണ്. റസൂലുള്ള പറഞ്ഞു, മുഅ്മിനീങ്ങൾ, ഈമാനുള്ള ആളുകളുടെ സവിശേഷത, അവരുടെ ഉപമ, ഫീ തവാദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം, അവർ പരസ്പരം സ്നേഹിക്കുമ്പോൾ, അവർ പരസ്പരം അനുകമ്പ വെച്ച് പുലർത്തുമ്പോൾ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യത്തോടുകൂടി ജീവിക്കുമ്പോൾ അതിൻ്റെ ഉപമ ഏതുപോലെയാണ്? കമസലിൽ ജസദ്, ഒരു ശരീരം പോലെ. ശരീരത്തിലെ പാർട്സുകൾ നമുക്ക് വെട്ടിമാറ്റാൻ കഴിയൂല. സത്യവിശ്വാസികളുടെ ഉപമ അല്ലാഹ് പറയും, സ്നേഹത്തിൻ്റെ വിശാലതയെ, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ വലിപ്പത്തെ അള്ളാഹുവിൻ്റെ റസൂൽ ലോകത്തിന് പരിചയപ്പെടുത്താൻ. ഈ ഹദീസ് പല കാര്യങ്ങൾക്കും തെളിവായി നമ്മൾ വായിച്ചു പോയതും കേട്ടുപോകുന്നതുമാണ്. ഇന്ന് നമ്മുടെ ഈ ഒരു വിഷയവുമായി ഈ ഒരു ഹദീസിനെ ബന്ധപ്പെടുത്തിയത് ഇങ്ങനെയാണ്. നബി ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ചിത്രത്തെ വിശ്വാസി ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഒരു ശരീരം പോലെ. ശരീരത്തിലൊരു അവയവം നമുക്ക് മുറിച്ചാറ്റാൻ പറ്റൂല. വിശ്വാസികൾ അതുപോലെയാണ്, ഒന്നൊന്നിനോട് ഇങ്ങനെ കണ്ണു ചേർന്ന് നിൽക്കുന്നവർ, അല്ലേ? കൽബുന്യാൻ, എടുപ്പുകൾ പോലെ. യശുദ്ദു ബഅ്ളുഹും ബഅ്ളാ, ഒരു സ്ഥലത്ത് റസൂൽ ഉപയോഗിച്ചത് അതാണ്. അഥവാ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇങ്ങനെ കെട്ടുമ്പോൾ അമ്പരചുംബിയായി നിൽക്കുന്ന ബിൽഡിങ്ങുകൾ നമ്മളെ മുമ്പിൽ എല്ലാ ദിവസവും നമ്മൾ കാണുന്നവരാ. അതിൻ്റെ ഓരോരോ കല്ലുകളും ഒന്നൊന്നിനോട് ഇങ്ങനെ ഒട്ടി നിൽക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ബലമുണ്ട്, അതിനുണ്ടാകുന്ന ഒരു സൗന്ദര്യമുണ്ട്, അതിനുണ്ടാകുന്ന ആ എടുപ്പിലുണ്ടാകുന്ന ഒരു ഗാംഭീര്യതയുണ്ട്. സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ ഇങ്ങനെ സ്നേഹത്താൽ ഇങ്ങനെ ഒട്ടി നിൽക്കുമ്പോൾ, അല്ലെ, നമസ്കാരത്തിലൊക്കെ നമ്മളിങ്ങനെ കണ്ണി ചേർത്ത് സഫായി നിൽക്കുമ്പോൾ വിശ്വാസി ലോകത്തിനുണ്ടാവുന്നൊരു പ്രൗഢി, മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഇസ്സത്ത്, മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗാംഭീര്യത, ഒരു ഹൈബത്തും വഖാറത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാൻ ഒരു ശരീരം പോലെ. എന്നിട്ട് റസൂലുള്ളാഹി അതിനെങ്ങനെ പറഞ്ഞു, അവിടെ നിർത്തിയില്ല. ഇദശ്തകാ മിൻഹു ഉളുവുൻ, ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ തദഅലഹു സായിറുൽ ജസദ്, അല്ലേ, മറ്റു ശരീരത്തിൻ്റെ അവയവങ്ങൾ മുഴുവൻ അതിനു വേണ്ടി എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. എന്തൊക്കെ ഉപേക്ഷിക്കും? ഉറക്കമിളച്ചും, അല്ലേ, പനിച്ചും ഒക്കെ എന്ത് ചെയ്യും? അവർ ആ ഒരു ശരീരത്തിൻ്റെ അവയവം ശരിയാവുന്നത് വരെ മറ്റു ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾ അതിന് കാത്തിരിക്കുമെന്നാണ്. ഒരു കൈ, വലത്തെ കൈയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വലത്തെ കൈയിൻ്റെ മുഴുവൻ പണി ആരെടുക്കും? ഇടത്തെ കൈ എടുക്കുന്നത് പോലെ. വലത് കാലിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ, അല്ലേ, അത് മാറുന്നത് വരെ ഇടത് കാല അതിനെ താങ്ങി നിർത്തുന്നത് പോലെ സത്യവിശ്വാസികളുടെ സ്നേഹത്തിൻ്റെ അവർ വിശ്വാസികൾ എങ്ങനെ ആവണമെന്നാണ്? താങ്ങും തണലുമായി, പരസ്പരം സമാശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നവരായി, ആശ്വസിക്കാനും സമാധാനിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പാകപ്പെട്ടവരായി ജീവിക്കാൻ അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ നമ്മൾ ഓർമ്മപ്പെടുത്താൻ. റസൂൽ അതുമായി ബന്ധപ്പെട്ട് കുറേ സത്യവിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട ഓരോ ഉപമകൾ അതിലിങ്ങനെ പറഞ്ഞു പോയത് കാണാം. ഇതുണ്ടാവുമ്പോഴാണ് ഒരു നല്ല കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്, ഇതുണ്ടാകുമ്പോഴാണ് നല്ല തൊഴിലിടങ്ങൾ ഉണ്ടാകുന്നത്, ഇതുണ്ടാകുമ്പോഴാണ് നല്ല വിദ്യാലയങ്ങൾ ഉണ്ടാകുന്നത്, ഇതുണ്ടാകുമ്പോഴാണ് നല്ല പള്ളികളും ആ മഹല്ലുകളും ഒക്കെ ഉണ്ടാകുന്നത്, ഇതുണ്ടാകുമ്പോഴാണ് നല്ല കുടുംബം ഉണ്ടാകുന്നത്, ഇതുണ്ടാകുമ്പോഴാണ് ഒരു നല്ല വ്യക്തി ഉണ്ടാകുന്നത്. അതിനിങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാകും. ഇതില്ലേ? ഇനി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്നേഹമില്ലേ? മനുഷ്യരുടെ മനസ്സിൽ ഇഷ്ടമില്ലേ? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഗ്രന്ഥം രചിച്ചു, റൗളത്തുൽ മുഹിബ്ബീൻ, സ്നേഹക്കാരുടെ തോപ്പ് എന്ന് പറഞ്ഞിട്ട്, സ്നേഹിതരുടെ പൂന്തോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അറബി പുസ്തകം. അതിലിങ്ങനെ സ്നേഹത്തിൻ്റെ പല ഡെഫിനിഷനും അതിൻ്റെ ഓരോ അറബി ഭാഷയിൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മഹബ്ബ എന്ന് പറയും, മവദ്ദ എന്ന് പറയും, അതുപോലെ തന്നെ ഹുബ്ബ് എന്ന് പറയും, ഇഷ്ക് എന്ന് പറയും, ഷൗക്ക് എന്ന് പറയും, എന്തെല്ലാം സ്വഭാവ, പല രീതിയിൽ എത്ര പേരുകളിലാണ് വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഈ ഒരു പദം നിറഞ്ഞു നിൽക്കുന്നത്. ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. വളരെ വലിയ ഗവേഷണങ്ങളൊക്കെ ചില പണ്ഡിതന്മാർ ആ വിഷയത്തിൽ നടത്തിയിട്ടുമുണ്ട്. സ്നേഹമില്ലേ? പിന്നെ അവിടെ ഉണ്ടാകുന്നത് എന്താ? ചില അസുഖങ്ങളാണ്. അത് നമ്മളൊക്കെ കരുതിയിരിക്കും വേണം. സത്യസന്ധമായ സ്നേഹം നമ്മുടെ മനസ്സുകളിൽ നമ്മൾ കൊണ്ടുവരുന്നില്ലേ? സത്യസന്ധമായ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ വജു ഉദ്ദേശിച്ചും, അല്ലേ, അള്ളാഹുവിലുള്ള ഇഷ്ടവും അള്ളാഹുവിന് വേണ്ടിയുള്ള ഇഷ്ടവുമാണ്. സത്യവിശ്വാസിയുടേത് എല്ലാ അതാണ്. കാരണം ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ വേറെ സ്വാർത്ഥ താല്പര്യങ്ങളില്ല. എനിക്കൊല്ല അയാളുടെ ഇഷ്ടം അങ്ങോട്ട് പിടിച്ചു പറ്റണം, അല്ല, അള്ളാഹിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാനാണ് മറ്റുള്ളവരോട് നമ്മൾ സഹകരിക്കുന്നതും സ്നേഹിക്കുന്നതും മറ്റുള്ളവരെ പരിഗണിക്കുന്നതും അനുകമ്പയും ലാളനയും വെച്ചു പുലർത്തുന്നത്. വേറെന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്കാകുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ, നിയത്ത് മാറുമ്പോൾ ആ സ്നേഹത്തിൽ കലർപ്പും കളങ്കവും കടന്നു വരും.
അതുണ്ടാകുമ്പോൾ അതോടുകൂടി ഉണ്ടാകുന്ന ചില അസുഖങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പ്രവചിക്കുകയും ചെയ്തു. റസൂലുള്ള താക്കീത് പറയുകയും ചെയ്തു. റസൂലുള്ള പറഞ്ഞു, ദബ്ബ ഇലൈക്കും ദാ ഉൽ ഉമമി ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ചില സമൂഹത്തിലേക്ക് കടന്നു വന്ന അസുഖം നിങ്ങളിലേക്ക് ഇങ്ങനെ അരിച്ചരിച്ചു വരും. സ്വഹാബത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയണത്. സ്നേഹം പഠിപ്പിച്ചു കൊടുത്തിട്ട് സ്നേഹിക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിച്ചു കൊടുത്ത് സ്വഹാബികളോട് പറയാൻ, ഈ ഉമ്മത്തിലേക്ക് മുമ്പുള്ള ഉമ്മത്തിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻഗാമികളായ ലോകത്തെ അള്ളാഹ് നശിപ്പിച്ച് കളഞ്ഞ പല സമുദായങ്ങളുണ്ട്. അവരിലുണ്ടായിരുന്നൊരു അസുഖം നിങ്ങളിലേക്ക് ഇങ്ങനെ വരും എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, റസൂൽ അതേതാ? സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ഹദീസ് റിവായത്ത് ചെയ്തപ്പോൾ റസൂലുള്ളാഹ് സുബൈർ ഇബ്നു അവ്വാം എന്ന സഹാബിനെ പരിചയപ്പെടുത്താൻ അസുഖം എന്ന് പറഞ്ഞാൽ അൽ ഹസദ് വൽ ബഗ്ളാ, അല്ലേ, ഹിയൽ ഹാലിഖ ഹിയൽ ഹാലിഖ ലാ അഖൂലു തഹ്ലുഖു ശഅർ ബൽ അഖൂലു തഹ്ലുഖു ദീൻ. അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ വിശദീകരിച്ച ശക്തമായ നബിവചനമാണ്. സ്നേഹമില്ലേ, പിന്നെ അവിടെ അസൂയയായിരിക്കും, അവിടെ വിദ്വേഷങ്ങളായിരിക്കും, പകയും വിദ്വേഷവും വൈരാഗ്യവും സമൂഹത്തിലേക്ക് ഇങ്ങനെ അരിച്ചരിച്ച് കയറും. മുൻഗാമികളായ സമുദായങ്ങളിൽ ഉണ്ടായതുപോലെ. എന്നിട്ട് അതിങ്ങനെ തുടച്ച് കളയുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, തലമുണ്ടനം ചെയ്യുമ്പോൾ മുടിയെ തുടച്ച് കളയുന്നതല്ല ഞാൻ പറയുന്നത്, തുടച്ച് കളയുന്നത് ദീനാണ്. തഹ്ലിഖുദ്ദീൻ, നമ്മുടെ ദീനിനെങ്ങനെ തുടച്ച് കളയും. നമ്മൾ തലമുണ്ടനം ചെയ്യുമ്പോൾ അല്ലേ, മുടി മുഴുവൻ ഇങ്ങനെ വടിച്ച് കളയുന്നത് പോലെ ദീനിനെ മൊത്തത്തിൽ വടിച്ച് കളയുന്നതാണ് എന്ത്? സ്നേഹമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുശുമ്പ്, കുന്നായ്മ, അതല്ലെങ്കിൽ നമ്മൾ പറയില്ലേ വൈരാഗ്യം, പക, വിദ്വേഷം, ഈമാൻ ഇങ്ങനെ തകർത്ത് എത്ര ഗൗരവമുള്ളതാണ്. പ്രത്യേകിച്ച് ദഅവത്ത് രംഗത്ത് നമ്മളിങ്ങനെ ഇടപെടുമ്പോൾ, ദീനിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ അത് കൂടുതലാണ്. മുഅ്മിനീങ്ങൾ കൂടുതൽ ഗൗരവത്തിലെടുക്കണ്ടേ? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രബോധനം അതിൻ്റേതായ നല്ല ഒരു രീതിയിലേക്ക് അത് കടന്നു വരാത്തതെന്നൊക്കെ പല ആളുകളൊക്കെ ചോദിക്കാറുണ്ട് പരസ്പരം. അത് ഏതൊരു സമൂഹമാണെങ്കിലും അല്ലേ, നമ്മളിൽ നിന്നല്ല, എല്ലാ മുസ്ലിം സമൂഹം, എത്ര മുസ്ലിമീങ്ങൾ, എത്ര മുസ്ലിം സംഘടനകൾ, എത്ര മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകളൊക്കെ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ പരസ്പരം കറകളഞ്ഞ സ്നേഹമില്ലാത്തതിനാൽ, കറകളഞ്ഞ സ്നേഹം സത്യസന്ധം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സിദ്ക്കിനാൽ രൂപപ്പെട്ട ഒരു സ്വദീഖായി മറ്റുള്ളവൻ അംഗീകരിക്കാത്തതിനാൽ, അവനെ കാണാത്തതിനാൽ, പകയും വിദ്വേഷവും, അതല്ലെങ്കിൽ ചാൻസ് കിട്ടിയാൽ അവൻ അടിച്ചമർത്തണമെന്നുള്ള തോന്നലുകളും ഒക്കെ മനസ്സിൽ കടന്നു വന്നു കഴിഞ്ഞാൽ അല്ലേ, അതാ റസൂൽ പറഞ്ഞത്, തുടച്ചു കളയും, നമ്മുടെ ദീനിനെ വരെ അത് തകർത്ത് കളയുന്നാൻ, നമ്മുടെ ഈമാനിനെ വരെ അത് തകർത്ത് കളയുമെന്നാൻ. അത് ഇതുപോലുള്ള അല്ലേ ഹസദും, ഇതുപോലുള്ള ബുഗ്ളും, ഇതുപോലുള്ള എല്ലാവിധ കപട സ്നേഹങ്ങളുമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഗൗരവം നിറഞ്ഞ വാക്ക്. റസൂൽ ഒരിക്കൽ പറഞ്ഞ, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ റസൂൽ ഒരിക്കൽ പറഞ്ഞൊരു വരി ഇതാണ്, സയുസീബു ഉമ്മത്തി ദാ ഉൽ ഉമം. നമ്മളൊക്കെ കരുതിയിരിക്കേണ്ടതാണ്, റസൂലിൻ്റെ പ്രവചനമാണ്. സയുസീബു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനെ ബാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഉമ്മത്ത് ഏറ്റവും നല്ല ഉമ്മത്താണ്. ഇസ്ലാമിൻ്റെ ഫളില് നമ്മൾ ആലോചിക്കണമെങ്കിൽ, നമുക്ക് കിട്ടിയ ദീനിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ അല്ലേ, ഈ ഉമ്മത്തിൻ്റെ അള്ളാഹുവിൻ്റെ റസൂൽ, ഈ ഉമ്മത്തിന് അള്ളാഹു നൽകുന്ന ആദരവും റസൂലുള്ള നൽകിയ പരിഗണനയും മനസ്സിലാക്കിയാൽ മതി. റസൂലുള്ള പറഞ്ഞു, നഹ്നുൽ അവ്വലൂന വൽ ആഖിറൂൻ. വേറെ ഹദീസിൽ കാണാം, നഹ്നു സാബിഖൂന വൽ ആഖിറൂൻ. നമ്മൾ നമ്മൾ ആദ്യക്കാരുമാണ് അവസാനക്കാരുമാണ്. അല്ല, ദുനിയാവിൽ നമ്മൾ അവസാനമാണ്, പക്ഷേ ആഖിറത്തിൽ നമ്മൾ ആദ്യക്കാരാണ്. ആദ്യക്കാരുമാണ്. അള്ളാഹിൻ്റെ റസൂല് ചെന്ന് സ്വർഗത്തിൻ്റെ വാതിൽ മുട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആദ്യം സ്വർഗത്തിൽ കടക്കുന്നവർ നബിയുടെ ഉമ്മത്താണ്. ഈ നബിയുടെ ഉമ്മത്തിന് അള്ളാഹ് ആയുസ്സും കുറവാണ്, അതുപോലെ തന്നെ മറ്റുള്ളവരോ അത്ര അമലുകളില്ല, പക്ഷെ ചെയ്ത അമലുകൾക്ക് 700 ഇരട്ടി വരെ കൂലി തന്ന് അള്ളാഹ് നമ്മൾ ആദരിക്കുന്നു. 60-70 പ്രായം മാത്രം തന്ന് അല്ലേ, 1000 വർഷങ്ങൾ ജീവിച്ചവരെക്കാൾ മുമ്പേ നമ്മൾ സ്വർഗത്തിലെത്തുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഉമ്മത്തിന് അള്ളാഹു നൽകുന്ന ആദരവാണ്. അതിൽ തന്നെ ഏറ്റവും നല്ലവരാരാ? ഖൈറുൻ നാസി ഖർനി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എൻ്റെ സമുദായമാണ്, എൻ്റെ ഉമ്മത്താണ്, സ്വഹാബത്താണ്. പക്ഷേ ചില ഹദീസുകൾ നോക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആ സ്വഹാബത്തിനേക്കാളും എന്നോട് ഏറ്റവും സ്നേഹം എനിക്ക് ശേഷം കടന്നു വരുന്നവരാണ്, എന്നെ കാണാതെ എന്നെ ഇഷ്ടപ്പെട്ടവരാണ്, എന്നെ അനുസരിക്കുന്നവരാണ്. നമുക്കൊക്കെ ഉള്ള അള്ളാഹിൻ്റെ അടുത്തുള്ള സ്ഥാനം ആ നബിയുടെ വചനത്തിൽ നിന്ന് മനസ്സിലാകും. അള്ളാഹ് നമുക്ക് നൽകുന്ന ആദരവ് ആ നബി വചനത്തിൽ നിന്ന് കൃത്യമാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയും, ഈ ഉമ്മത്തിന് അള്ളാഹ് ഇങ്ങനെ പരിഗണിച്ച, അള്ളാഹ് ഇങ്ങനെ ഒരുപാട് ആദരവും അള്ളാഹുവിൻ്റെ എല്ലാവിധ പരിഗണനയും നിഅമത്തുകളും ലഭിക്കുന്ന ഈ ഒരു ഉമ്മത്ത്, ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന അസുഖം,
ഏതസുഖമാണ്? ദാ ഉൽ ഉമം, ഒരുപാട് സമൂഹത്തിന് ബാധിച്ച അസുഖമാണ്. ഒരുപാട് സമൂഹം തകർക്കപ്പെടാൻ, ഒരുപാട് സമൂഹങ്ങൾ ഭിന്നമാകാൻ, ഒരുപാട് സമൂഹങ്ങൾ ഛിന്ന ഭിന്നമാകാൻ കാരണമായ അസുഖം. അത് എൻ്റെ ഉമ്മത്തിനും ബാധിക്കും. ഖാലു, സഹാബത്ത് ചോദിച്ചു, യാ നബി അല്ലാ, അള്ളാഹുവിൻ്റെ നബിയെ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, വമാ ദാ ഉൽ ഉമം, ഏതാണ് സമൂഹങ്ങളെ ബാധിച്ച അസുഖം? ഒരുപാട് സമൂഹങ്ങളെ ബാധിച്ചു എന്ന് പറഞ്ഞില്ല റസൂലെ, അതേതാണ്? അറിയാത്തക്കാരെ റസൂലുള്ളാഹിനോട് അവർ ചോദിച്ചറിഞ്ഞിരുന്നു. ഖാല അൽ അശറു വൽ ബതറു വത്തകാസുർ, അൽ അശറു വൽ ബതറു വത്തകാസുർ വത്തശാഹുനു ഫിദ്ദുനിയ. അല്ലാഹുവിൻ്റെ റസൂല് 4 അസുഖങ്ങളെ പരിചയപ്പെടുത്തി. ഉള്ളിൽ സ്നേഹമല്ലേ, അല്ലേ? കറ കളഞ്ഞ് മറ്റുള്ളവനോട് ഏറ്റവും നല്ലല്ലേ, ഒരു കപട സ്നേഹമല്ലാത്ത നല്ല സത്യസന്ധമായ സ്നേഹമല്ലേ, പിന്നെ അവിടെ വരാനിരിക്കുന്ന അസുഖത്തെയാണ് അല്ലാഹുവിൻ്റെ റസൂല് പരിചയപ്പെടുത്തിയത്. ഒന്ന് അൽ അഷറാൻ, അഹന്ത, വൽ ബത്തർ, അഹങ്കാരം. പിന്നൊന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എന്താണ്? അത്തകാസുർ, പെരുമ നടിക്കുക. എൻ്റെ അടുത്ത് അതുണ്ട്, ഞാൻ അവനേക്കാളും മെച്ചമാണ്, അല്ലേ? അൽഹാക്കു മുത്തകാസുർ, അതൊരു സൂറത്ത് വരെ അവതരിപ്പിച്ചത് ആ ഒരു വിഷയത്തിലാണ്. മുൻകഴിഞ്ഞു പോയ സമുദായത്തിന് ബാധിച്ച അസുഖത്തെ അള്ളാഹുവിൻ്റെ റസൂല് വിശദീകരിക്കുന്നു. റസൂല പറഞ്ഞു അത്തശാഹുൻ, വിദ്വേഷം, അല്ലേ? എന്തോ ഒന്ന് ഒരിക്കൽ കാട്ടിയപ്പോൾ അതിങ്ങനെ മനസ്സിലിട്ട് ചാൻസ് കിട്ടാൻ കാത്തിക്കാൻ, പകരം വീട്ടാൻ, അല്ലേ? ഓൻ അന്ന് അങ്ങനെ ചെയ്ത് എനിക്ക് അവസരം വരും. നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയണ്ടേ, എൻ്റെ മാവും പൂക്കും, അല്ലേ? ചില കാര്യങ്ങൾക്ക് നമ്മൾ പറയാം, എൻ്റെ മാവും പൂക്കും, ചാൻസ് കിട്ടാൻ ഞാൻ കാത്തിരിക്കാൻ എന്ന് പറയാം. ഇത് വിദ്വേഷമാണ്. ഒരു മുഅ്മിനെ എങ്ങനെ കൊണ്ടുപോകാം? ഒരു മുഅ്മിനെ എങ്ങനെ, ഈമാനുള്ള ഒരു സത്യവിശ്വാസിക്ക് എങ്ങനെ പെരുമാറാൻ കഴിയുക? ഞാൻ അതാ പറഞ്ഞത്, സ്നേഹം, കറകളഞ്ഞ സ്നേഹം നമ്മുടെ അഖീദൻ്റെ ഭാഗമാണ്, ഈമാനിൻ്റെ ഭാഗമാണ്. അതില്ലേ ഈമാൻ പൂർണ്ണല്ല എന്നാൻ, അവൻ പൂർണ്ണമായും ഒരു സത്യവിശ്വാസിയല്ല എന്നാൻ. അത് അള്ളാഹിൻ്റെ റസൂലാണ് വിശദീകരിക്കുന്നതും. റസൂലുള്ള പറഞ്ഞു, ഈ ഉമ്മത്തിന് ബാധിച്ച, മുൻകഴിഞ്ഞു പോയ ഉമ്മത്തുകൾക്കൊക്കെ ബാധിച്ച ഈ അസുഖം എൻ്റെ ഉമ്മത്തിലും വരും. എന്നിട്ട് തശാഉൻ ഫിദ്ദുനിയ, ദുനിയാവിൽ ഇങ്ങനെ വിദ്വേഷം, ദുനിയാവിൻ്റെ കാര്യത്തിൽ, ഭൗതികതയുടെ കാര്യത്തിൽ വെച്ചു പുലർത്തുന്ന വിദ്വേഷങ്ങൾ എൻ്റെ സമൂഹം കരുതിയിരിക്കണം. റസൂൽ പറഞ്ഞു വത്തബാഗുൽ, എന്താ തബാഗുൽ? ബുഗ്ളാൻ, ഈർഷത, ഉറപ്പ്, ഈർഷത, അല്ലെ? ബുഗ്ള്, ആ ബുഗ്ളും വത്തഹാസുദ്, പരസ്പരം ഇങ്ങനെ അസൂയ വെച്ച് പുലർത്തുക. ഇതൊക്കെ മുൻകഴിഞ്ഞു പോയ സമൂഹത്തിൽ സ്നേഹമില്ലാത്തതിൻ്റെ പേരിൽ അവർ തകർക്കപ്പെടാനുള്ള കാരണങ്ങളാണ്, അസുഖങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ, ഹത്താ യകൂനൽ ബഗ്യു സുമ്മൽ ഹർജു, ഇത് ഇന്നത്തെ കാലഘട്ടവുമായി നമുക്ക് ഇങ്ങനെ ഈ ലാസ്റ്റ് വരെ ഉണ്ടല്ലോ, ഹത്താ യകൂനൽ ബഗ്യു, അങ്ങനെ കുറേ അക്രമങ്ങൾ ഇങ്ങനെ ലോകത്ത് വർദ്ധിക്കും. വൽ ഹർജ്, അല്ലേ? കൊലപാതകങ്ങൾ വരെ വർദ്ധിക്കും. ശരിയല്ലേ? ഇന്ന് കഴിഞ്ഞ ഒരു ദിവസം പോലും നമ്മൾ കേട്ട വാർത്തകൾ അതായിരുന്നു. ഒരു പെൺകുട്ടി ഉമ്മാക്ക് അയച്ച മെസ്സേജാണ്, ഉമ്മ നൗഫൽക്ക, അല്ലേ? നൗഫൽക്ക എൻ്റെ പേരിൽ കള്ളമാണ് പറയുന്നത് ഉമ്മ, എനിക്ക് ഇവർക്കിടയിൽ ജീവിക്കാൻ കഴിയൂല, ജീവിച്ചാൽ അവരെന്നെ കൊല്ലും, ഞാൻ മരിക്കണം ഉമ്മ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് മെസ്സേജ്. ആ വാട്സപ്പ് മെസ്സേജിൽ എന്താണ് ഫെബി ആ കുട്ടീൻ്റെ പേരിലെ ഉമ്മ സേവ് ചെയ്താവേല ആ പ്രൊഫൈൽ പിക്ചറാണ് നിങ്ങൾ, ഭർത്താവിൻ്റെ ഒപ്പം കുട്ടീനെ ഇട്ട് നിൽക്കുന്ന ആ കുട്ടീൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ അവൾക്കുണ്ടായിരുന്ന സ്നേഹം ആ ഭർത്താവിൻ്റെ കുടുംബത്തിനും എന്തില്ല, അവളോടുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് അവളെങ്ങനെ ഒതുക്കണം, അവളെങ്ങനെ തൻ്റെ അടിമയാക്കണം, അല്ലെങ്കിൽ അവളെ എങ്ങനെ തൻ്റെ കാൽ കീഴിൽ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള ചിന്തകൾ. സ്നേഹമില്ലെങ്കിൽ ഉണ്ടാകുന്നത് ഇതുപോലത്തെ വലിയ വലിയ ഫിത്നകളാണ്, ദുരന്തങ്ങളാണ്. അത് കുടുംബങ്ങളിലാകാം, അല്ലേ? തൊഴിലിടങ്ങളിലാകാം, അത് മഹല്ലുകളിലാകാം, നമ്മൾ ഇടപെടുന്ന ആളുകൾക്കിടയിലെ നമ്മുടെ സമൂഹത്തിലാകാം. ഒരു രാജ്യത്തിനെ വരെ തകർക്കുന്ന ഏറ്റവും വലിയ വിപത്താണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമ്മളോട് കരുതിയിരിക്കാൻ പറഞ്ഞത്. ലോകത്ത് വർദ്ധിച്ച എല്ലാ കൊലപാതകങ്ങളും എടുത്തു നോക്കിയാലും, എല്ലാ മൂല്യച്യുതികളും നോക്കിയാലും, ജീർണതകളും അസഹിഷ്ണുതകളും മുഴുവൻ നോക്കിയാലും അവിടെയൊക്കെ വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും തളം കെട്ടി നിൽക്കുന്നതിൻ്റെ വലിയ വലിയ ചിത്രങ്ങളെ നമുക്ക് കാണാനാകും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത് സമൂഹത്തിനെ ഇങ്ങനെ സംസ്കരിക്കുമ്പോൾ സ്നേഹം പഠിപ്പിച്ചു കൊടുക്കാൻ, സ്നേഹിക്കാൻ പറയാൻ, അല്ലേ? അത് ആരായാലും, അത് കളറ് നോക്കണ്ട, വലിപ്പം നോക്കണ്ട, അല്ലേ? അവരുടെ പണപ്പെരുപ്പം നോക്കണ്ട, അതല്ലെങ്കിൽ അവരുടുത്ത വസ്ത്രം നോക്കിയിട്ടല്ല, അതില്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയുടെ വലിപ്പം നോക്കിയിട്ടല്ല, അവരുടെ സ്ഥാനവും മാനവും ജനങ്ങൾക്കിടയിൽ അവർക്കുള്ള വിലയും നോക്കിയിട്ടല്ല. ഈമാൻ, അള്ളാഹുവിന് വേണ്ടിയുള്ള കളഞ്ഞ സത്യസന്ധതയെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തത് അവിടെ പരിചയപ്പെടുത്തി കൊടുത്തത്. സ്വഹാബത്തിന് അങ്ങനെ റസൂൽ അങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ഈമാൻ്റെ ശക്തമായൊരു ഭാഗമാണ്, സത്യസന്ധമായ ആളുകളെ സ്നേഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത്.
ആളുകളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ആളുകളെന്ന് പറയും പോലെ കുടുംബത്തിലുള്ളവരാവാം, കുടുംബത്തിന് പുറത്തുള്ളവരാവാം, അവിടെ ചുറ്റുപാട് ഇടപെടുന്നവരാവാം. ലോകത്തോരോ മനുഷ്യനെയും ഏറ്റവും നല്ലൊരു മനുഷ്യസ്നേഹിയായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാവാം. നബി സ്നേഹിച്ചതുപോലൊന്നും ഒരാളെയും സ്നേഹിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത് നബിയുടെ ഏറെ പ്രിയപ്പെട്ടവരെ നബി സ്നേഹിച്ചതായാലും അല്ലേ, ഈ ഉമ്മത്തിനെ നബി സ്നേഹിച്ചതായാലും അതിൻ്റെയൊക്കെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാനുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അതദ്റൂന അയ്യു ഉറൽ ഈമാനി ഔസഖു, ഈമാനിൻ്റെ ഏറ്റവും ശക്തമായ പാർട്ട് ഏതാണ്? നബിൻ്റെ ചോദ്യം. ഈമാന് 70 പരം ശാഖകൾ അല്ലാഹുവിൻ്റെ റസൂൽ എണ്ണി തന്നിട്ടുണ്ട്. ഈമാനിൽ ഉറൽ ഈമാനി ഔസഖു, ഈമാനിൻ്റെ ശക്തമായ പോർഷൻ അതേതാണ്? സ്വഹാബികളോടാണ് നബിൻ്റെ ചോദ്യം. നേരത്തെ നമ്മൾ നബിയുടെ ഉപമ പറഞ്ഞു, ചില കാര്യം ഉപമ മസലുകളായിട്ട് പറഞ്ഞു, കാരണം അത് പെട്ടെന്ന് നമുക്ക് കത്താൻ. ചില സമയത്ത് റസൂലുള്ളാഹി ചോദ്യം ചോദിക്കും, റസൂലുള്ളാഹിക്ക് ഉത്തരം അറിയാഞ്ഞിട്ടല്ല അല്ലേ, അതെന്തിനാണ്? ഇവരെ പരിചയപ്പെടുത്താനാണ്. ഈ സമൂഹത്തിന് നബിയുടെ മുമ്പിലുള്ള അല്ലേ, അതായത് ജാഹിലിയ്യ കാലഘട്ടത്തിലെ അറബികളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ യുദ്ധകൊതിയന്മാരായിരുന്നു, യുദ്ധവെറിയന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വലിയ ഹമാസകൾ, വലിയ അറേബ്യൻ സാഹിത്യത്തിലെ ദീവാനുകൾ, അവരുടെ അറേബ്യൻ സാഹിത്യത്തിലെ കവിതകളും നോവലുകൾ, അവരുടെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വായിക്കുമ്പോൾ കാണാം എത്രമാത്രം യുദ്ധകൊതിയന്മാരായിരുന്നു അറബികൾ എന്ന്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ നേരത്തെ ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അബീസീനിയയിൽ നജ്ജാഷിയുടെ മുമ്പിൽ ഇങ്ങനെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ, ഈ ദീനിലേക്ക് കടന്നു വന്ന സംഭവങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ, കുന്നാ നഹ്നു അഹ്ലിൽ ജാഹിലിയ്യ നഅബുദുൽ അസ്നാം നഅകുലുൽ മൈത അങ്ങനെ പറഞ്ഞു പോയിട്ട് ജഅഫർ ഇബ്നു അബി താലിബ് പറഞ്ഞെടുക്കണം, ഞങ്ങൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ജീവിച്ചവരായിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിച്ചു, ശവങ്ങളെ കണ്ണിൽ കാണുന്നത് മുഴുവൻ കൊന്നു തിന്നുന്ന ശവന്തീനികളായിരുന്നു, മദ്യം ഉപയോഗിക്കുന്നവരായിരുന്നു, വ്യഭിചരിക്കുന്നവരായിരുന്നു, ഏറ്റവും വലിയ തെമ്മാടിത്തരങ്ങൾ. എന്തിനേറെ യുദ്ധകൊതിയന്മാരായിരുന്നു. യുദ്ധകൊതിയന്മാർ. ചില അറേബ്യൻ സാഹിത്യത്തിലെ മുഅല്ലഖുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ സുഹൈർ ഇബ്നു അബി സുലൈമാൻ എന്ന് പറഞ്ഞ മഹാസാഹിത്യകാരനുണ്ട്, മഹാ അറേബ്യൻ കവി. അദ്ദേഹം ദാഹിസ് ഖബ്റ എന്ന് പറയുന്ന ഒരു വലിയ 2 ഗോത്രങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ പകയെ കവിതകൾ കൊണ്ട് എന്ത് ചെയ്തതാണ്? ഇല്ലാതാക്കിയവനാണ്. അവർക്കിടയിലുണ്ടായിരുന്ന 40 വർഷത്തിൻ്റെ യുദ്ധവെറിയെ സംബന്ധിച്ച് ആ കവിതകൾ ഇങ്ങനെ പരാമർശിക്കുന്നു. അത് ഒന്നൊന്നല്ലേ, എത്രത്തോളം കവിതകളിൽ അറബികളുടെ യുദ്ധ കൊതിയെ സംബന്ധിച്ച് ഇങ്ങനെ പരാമർശിക്കുന്നു. അതായത് എന്തിൻ്റെ പേരിലൊക്കെ, ചെറിയ ഒട്ടകത്തിൻ്റെ പേരിലോ കുതിരയുടെ പേരിലോ, എന്തിനേറെ ചില ചരിത്രകാരന്മാർ പറഞ്ഞു, ഇവരുടെ പറമ്പിൽ നിന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് കടക്കുമ്പോൾ യുദ്ധം വരാതിരിക്കാൻ കാലിൽ അണിഞ്ഞ ചെരുപ്പിനെ കുടഞ്ഞിട്ടാണ് അവരപ്പുറത്തേക്ക് പോവുക. കാരണം ഇവിടുന്ന് മണലെടുത്തിട്ട് അപ്പുറത്ത് കിട്ടൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്താകും, ഇവരുടെ ചെരുപ്പിൽ നിന്ന് കുറച്ച് മണ്ണ് തൻ്റെ പറമ്പിലേക്ക് ചാടി എന്നതിൻ്റെ പേരിൽ വരെ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ കൊതിച്ചിരുന്നൊരു യുദ്ധവെറിയന്മാരായിരുന്നു അവരെന്നാൽ. അത്രക്ക് ഈർച്ചതയും പകയുമുള്ള ഒരു ജനതയെ അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ മോൾഡ് ചെയ്ത് അവരെങ്ങനെ ക്ലിയറാക്കി കൊണ്ടുവന്ന് സ്നേഹം പഠിപ്പിച്ചിട്ടാണ്. റസൂൽ ചോദിക്കാൻ, ഈമാനിൻ്റെ ശക്തമായ പാർട്ട് ഏതാ? സ്വഹാബത്ത് കുറച്ചേരം ഇങ്ങനെ നിന്നു. അതിൽ ചില സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ അസ്സലാ, നിസ്കാരാവും. ഈമാൻ്റെ ഏറ്റവും നല്ല ശക്തി നമ്മൾക്ക് ഈമാൻ വർദ്ധിക്കൽ നമസ്കാരം, 5 നേരത്തെ നമസ്കാരങ്ങളാണല്ലോ. അസ്സലാ, സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ നമസ്കാരല്ലേ? റസൂലുള്ള കുറച്ച് നേരം നിശബ്ദനായി. റസൂലുള്ള പറഞ്ഞു, അസ്സലാത്തു ഹസന വലൈസ ബിദാലിക്, ശരിയാണ്, നിസ്കാരം നല്ലതാണ്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഉത്തരം അതല്ല. ഈമാനിൻ്റെ ശക്തമായ ഭാഗം എന്തല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമസ്കാരമല്ല. നമസ്കാരം ഹസന, നല്ലതാണ്. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, എങ്കിൽ അസ്സിയാം, നോമ്പാവാം. കാരണം റസൂൽ അതിനൊരു പരിചയപ്പെടുത്തിയതാണ്. അസൗമു ജുന്ന അല്ലേ, എല്ലാവിധ തിന്മകളിൽ നിന്നും പരിചയമാണ് എന്നുള്ള നിലയ്ക്ക് റസൂൽ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ നോമ്പാകാം. റസൂൽ അതേ മറുപടി, നേരത്തെ സ്വലാത്തിന് പറഞ്ഞ അതേ മറുപടി, സിയാമു ഹസൻ, നോമ്പ് നല്ലതാണ്, ഹസൻ അത് നല്ലതാണ്, പക്ഷേ വലൈസ ബിദാലിക്, ഈമാനിൻ്റെ ശക്തമായ ഭാഗം എന്ന് പറഞ്ഞത് അതല്ല. അങ്ങനെ സ്വഹാബികൾ പറയാണ്, ഞങ്ങൾ ജിഹാദ് വരെ വലിയ ഇബാദത്തുകൾ അങ്ങനെ എടുത്തു പറഞ്ഞു സ്വഹാബത്ത് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ. റസൂൽ അപ്പോഴൊക്കെ മറുപടി പറഞ്ഞതും അതാണ്, അതൊക്കെ നല്ലതാണ്, പക്ഷേ ഈമാനിൻ്റെ ഒറാ അൽ ഈമാൻ ഔസഖു എന്ന് അള്ളാഹിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയത് ഏതാണെന്നറിയോ? അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബത്തിന്, അത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹവും അള്ളാഹുവിന് വേണ്ടിയുള്ള വെറുപ്പുമാണ്. അള്ളാഹിൻ്റെ സ്നേഹം, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹം, അഥവാ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹു അറിയുന്നു റബ്ബിൻ്റെ തൃപ്തിയുണ്ട് എന്നുള്ള നിലയ്ക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ?
അത് ഈമാനിൻ്റെ ശക്തമായ പാർട്ടാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ സ്നേഹം ധാരാളമായി ലഭിക്കുന്ന ഈമാനിൻ്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയ കാര്യമാണ് ഇത് എന്നുള്ളത് നബി വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു സത്യവിശ്വാസി അതിനെ എടുത്തണിഞ്ഞാൽ, അങ്ങനെ കറകളഞ്ഞ സത്യസന്ധമായ സ്നേഹം ആൾക്കാരോടൊക്കെ അതാണ് നമ്മൾ വെച്ച് പുലർത്തുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളെ അള്ളാഹും അള്ളാഹിൻ്റെ റസൂലും ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കാണാം. ഒരുപാട് നേട്ടങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞു, നല്ല കെട്ടുറപ്പുള്ളൊരു സമൂഹം ഉണ്ടാകും, നല്ല ഭദ്രതയുള്ള ഒരു ജീവിതം ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നമുക്ക് സമ്മാനിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നേരത്തെ നമ്മൾ പറഞ്ഞു, ഈമാൻ പൂർണ്ണമാകുന്നത് ഈ ഒരു സ്നേഹം ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത് റസൂൽ പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹ് വ അബ്ഗള ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാനും അള്ളാഹുവിന് വേണ്ടി വെറുക്കാനും ഒരാൾക്ക് കഴിഞ്ഞോ, വഅഅതാ ലില്ലാഹ് വ മനഅ ലില്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാനും അള്ളാഹുവിന് വേണ്ടി തടയാനും, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് ജീവിച്ച് സ്നേഹത്തോടു കൂടി ആൾക്ക് കഴിഞ്ഞോ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അവൻ്റെ ഈമാൻ ഏറ്റവും വലിയ പൂർണ്ണമായ ഈമാനായി. അക്മലുൽ മുഅ്മിനീൻ എന്നാണ് ഏറ്റവും നല്ല സത്യവിശ്വാസികളിൽ പരിപൂർണമായി ഈമാൻ വെച്ച് പുലർത്തുന്നവർ, വിശ്വാസമുള്ളവർ അവരാണ്. അപ്പോൾ ഈമാൻ്റെ പൂർത്തീകരണമാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും, അല്ലേ? ഈമാൻ കുറഞ്ഞു പോകണേ നമ്മൾ ആരും ആഗ്രഹിക്കൂല. ഈമാൻ ഇങ്ങനെ കൂടാനുള്ള മാർഗ്ഗങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പരിചയം. നല്ല സത്യസന്ധമായി കറകളഞ്ഞ ആളുകളെ സ്നേഹിക്കാൻ കഴിയുക, ജീവജാലങ്ങളെ സ്നേഹിക്കാൻ കഴിയുക, അല്ലേ? ഒരു സമൂഹങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയുക. അത് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുള്ള നിലക്കുള്ള സ്നേഹമാക്കി മാറ്റാൻ കഴിയണം. വേറെ സ്വാർത്ഥ താല്പര്യങ്ങളോ ഭൗതിക താല്പര്യങ്ങളോ വേണ്ട. ഭൗതിക താല്പര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നത്, മറ്റ് അസ്വസ്ഥതകളും മറ്റ് പ്രയാസങ്ങളൊക്കെ നമ്മുടെ മനസ്സുകളിൽ കടന്നുകൂടുന്നത്. അതില്ലാത്ത വിധം സ്നേഹിക്കാൻ കഴിയണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ വിശദീകരിച്ചതും. അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യുന്ന ഏറ്റവും റബ്ബിന് ഇഷ്ടപ്പെട്ട അമല് കൂടിയായിരിക്കും അത് എന്നാണ്. സ്നേഹമെന്ന് പറയുന്നത് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. റസൂലുള്ളാഹി ഒരിക്കൽ വിശദീകരിച്ചതും അത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹവും അള്ളാഹ്ക്ക് വേണ്ടിയുള്ള വെറുപ്പുമാണ്. ദീനിൻ്റെ ഭാഗമായിട്ട് ഈ സ്നേഹത്തെ കാണാൻ കഴിയൽ അതൊരു അമലാണ്, റബ്ബിന് ഏറെ ഇഷ്ടമുള്ള അമലാണ്. അത് അതിൻ്റെ ഫവായിദിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹിൻ്റെ സ്നേഹം അത് നമുക്ക് ലഭ്യമാകും. ഈ ഒരു തരത്തിലുള്ള സ്നേഹമാണ് നമുക്ക് നമ്മുടെ മനസ്സുകളിലെങ്കിൽ അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുമെന്നുള്ളതും ഈ ഒരു സ്നേഹം വെച്ച് പുലർത്തുന്ന ആളുകൾക്കുള്ള നേട്ടമാണ്. റസൂലുള്ളാഹി ഒരിക്കൽ അബൂദർ ഗിഫാരി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്താ പറഞ്ഞു, വജബത്ത് മഹബ്ബത്തി ലിൽ മുതഹാബീന ഫിയ. എൻ്റെ ഇഷ്ടം അത് വാജിബാണ്, നിർബന്ധമാണ്. അള്ളാഹ് പറഞ്ഞു ഖുദ്സിയായ ഹദീസ്, എൻ്റെ ഇഷ്ടം അത് വാജിബാണ്, നിർബന്ധമാണ്. ലിൽ മുതഹാബീന ഫിയ, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാരോ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നവർ, അല്ലേ? അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ള ആഗ്രഹത്താൽ സത്യസന്ധമായി സ്നേഹിക്കാൻ കഴിയുന്നവരാരോ അവരുടെ മേൽ എൻ്റെ ഇഷ്ടം ഉറപ്പാണ്. അപ്പോൾ പടച്ച റബ്ബിൻ്റെ സ്നേഹം ഉണ്ടാവും, പടച്ച റബ്ബിൻ്റെ പരിഗണന ഉണ്ടാവും, പടച്ച റബ്ബിൻ്റെ സഹായം ഉണ്ടാവും, പടച്ച റബ്ബിൽ നിന്നുള്ള കരുതൽ എപ്പോഴും നമ്മൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല പരലോകത്ത് ജയിക്കാൻ ഇത് മതി. പരലോകത്ത് ജയിക്കാൻ, പരലോകത്തുള്ള എല്ലാവിധ ഭീകരതകളിൽ നിന്നും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നാളെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ രക്ഷപ്പെടാനുള്ളൊരു മാർഗം ഇതാണെന്നാണ്. എന്താ രക്ഷപ്പെടാനുള്ളൊരു മാർഗം? ഒരിക്കൽ ഒരു സഹാബത്ത് ചോദിച്ചത് നമുക്കറിയാം, അനസ് റളിയല്ലാഹു അൻഹു ആണ് വിശദീകരിക്കുന്നത്. ഒരു സഹാബി വന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലെ എപ്പോഴാ അന്ത്യസമയം, എപ്പോഴാ അന്ത്യസമയം? അല്ലാഹുവിൻ്റെ റസൂൽ നേരെ തിരിച്ചു വയ്ക്കാൻ, അന്ത്യസമയം എടുക്കട്ടെ, മാദാ അഅദത്ത ലഹ, നീ എന്താ അതിനു വേണ്ടി ചെയ്തു വെച്ചത്, എന്താ തയ്യാറാക്കി വെച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സ്വഹാബി പറയാൻ, ഞാൻ ലാ ഷൈ, ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, എന്തല്ലാതെ ഇല്ല അന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും സത്യസന്ധമായി സ്നേഹിക്കുന്നവനാണ്. എൻ്റെ ഉള്ളിൽ സ്നേഹം ഇങ്ങനെ പരന്നൊഴുകുന്നു അള്ളാഹിൻ്റെ കാര്യത്തിലും റസൂലുള്ളാഹിൻ്റെ കാര്യത്തിലും. ആ വിഷയത്തിൽ എനിക്ക് സ്നേഹമാണ്. അവർക്ക് അല്ലെ ഏറ്റവും വലിയ സ്നേഹം അള്ളാഹും പിന്നെ അള്ളാഹിൻ്റെ റസൂലുമാണ്. അത് ഈമാൻ്റെ ഭാഗമാണ്, നമ്മൾ മനസ്സിലാക്കി. ഈമാനിൻ്റെ മധുവാണ്, ഈമാനിൻ്റെ ഏറ്റവും നല്ല രുചിയാർന്ന മധുവാണ് ആ ഒരു സ്നേഹം എന്നുള്ളത് അള്ളാഹിൻ്റെ റസൂൽ വിശദീകരിച്ചതാണ്. അപ്പോൾ ഈ സ്വഹാബി പറയാൻ, ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല പരലോകത്തേക്ക്, ഞാൻ ചെയ്തത് എനിക്ക് എൻ്റെ ഉള്ളിൽ അള്ളയും അള്ളാഹിൻ്റെ റസൂലും ഏറെ ഇഷ്ടപ്പെട്ടവരാണ്. അന്നേരം റസൂലുള്ളാഹി പറയാൻ, അൻത മഅമൻ അഹ്ബബ്ത്, ഇത് നമ്മൾ കേട്ട ഹദീസാ, നീ സ്നേഹിച്ചവനോടൊപ്പമാണ്. നാളെ പരലോകത്ത് പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ നമ്മൾ അവരോടൊപ്പം, ആരോടാണോ നമുക്ക് സത്യസന്ധമായ സ്നേഹമുള്ളത്, അള്ളാഹ് നാളെ അവരോടൊപ്പം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. അള്ളാഹ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുമ്പോൾ അതൊക്കെ അമ്പിയാക്കളെ നമ്മൾ സ്നേഹിച്ചാൽ,
അല്ലെ? നബിയെ സ്നേഹിച്ചാൽ നാളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കൽ നബിയുടെ കൂടെയാണെന്ന് അറിയുമ്പോൾ അത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? ദുനിയാവിൽ ആ സത്യസന്ധമായ സ്നേഹത്തെ മനസ്സിലിങ്ങനെ താലോലിച്ച് അതിനെങ്ങനെ വളർത്തിക്കൊണ്ടുവന്നൊരു സത്യവിശ്വാസിക്ക് അള്ളാഹ് കൊടുക്കുന്ന പരിഗണന നോക്കൂ. അപ്പം അനസ് റളിയല്ലാഹു പറയാൻ ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹ്നാ ബിഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ആ വാക്ക് പറഞ്ഞപ്പോൾ, നബിയുടെ ആ വർത്തമാനം കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായി. ഇങ്ങനത്തെ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. നബിൻ്റെ അടുത്ത് ഒരു സഹാബി വന്ന കാര്യം പറഞ്ഞപ്പോൾ നബിയുടെ മറുപടി കേട്ട് ഈ മറുപടിയോളം എന്നെ സന്തോഷിപ്പിച്ച വർത്തമാനം ഞാൻ കേട്ടിട്ടില്ല. കാരണം ഉഹിബ്ബുല്ലാ വ റസൂലഹു, ഞാൻ അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നവനാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അവിടെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കാലോ എന്ന് പറഞ്ഞിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അബൂബക്കറിനെ സ്നേഹിക്കുന്നു, ഞാൻ ഉമറിനെ സ്നേഹിക്കുന്നു, ഞാൻ ഉസ്മാനെ സ്നേഹിക്കുന്നു, ഞാൻ അലിയെ സ്നേഹിക്കുന്നു റളിയല്ലാഹു, ഇവരൊക്കെ ഞാൻ സ്നേഹിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലുള്ള പ്രയാസങ്ങളിൽ അള്ളാഹു ആശ്വാസം നൽകും. കാരണം സ്നേഹിച്ചവരോടൊപ്പം നീ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നുള്ളത് നബി വചനമാണ്, നബിയുടെ പ്രവചനമാണ്. അപ്പോൾ അത് എത്ര ഗൗരവത്തിലാണ് അവർ ഉൾക്കൊണ്ടത്. അതുകൊണ്ടാണ് അവരുടെ ഉള്ളിലിങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ കഴുകിയെടുക്കാൻ, സ്നേഹം പറഞ്ഞിങ്ങനെ സ്നേഹത്തിൻ്റെ ഓരോരോ മഴകൾ ഇങ്ങനെ പെയ്യിപ്പിച്ച് അവരെങ്ങനെ കഴുകിയെടുക്കണം. അള്ളാഹിൻ്റെ റസൂൽ പരസ്പര സാഹോദര്യത്തിൻ്റെ നല്ല നല്ല സഹോദരന്മാരാക്കിയിട്ടും സാഹോദര്യം നിലനിർത്തിയിട്ടൊക്കെ അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ സ്നേഹത്തിൻ്റെ വാതിലുകൾ ഇങ്ങനെ മലർക്കെ തുറന്നു കൊടുക്കാൻ, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്ന ഓരോ വരികളെ കാണാം. നാളെ പരലോകത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളിലും ആശ്വാസമാകും. ഏറ്റവും വലിയ പ്രയാസം നാളെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അനുഭവിക്കുന്ന ഒരുപാട് രംഗങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു പരലോകത്ത് വരുന്ന. അതിലാണ് സൂര്യൻ്റെ ചൂടേറ്റിങ്ങനെ പ്രയാസപ്പെടുന്ന രംഗങ്ങൾ. അള്ളാഹു അർശിൻ്റെ തണൽ കൊടുക്കുന്ന ആളുകളെ പറഞ്ഞപ്പോഴും പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക് റബ്ബ് അവൻ്റെ അർശിൻ്റെ തണൽ നൽകുമെന്ന നബി വചനം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫി ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ തആല യഖൂലു യൗമൽ ഖിയാമ ഐനൽ മുതഹാബ്ബൂന ബിജലാലി. എൻ്റെ മഹത്വം കൊണ്ട് സ്നേഹത്തെ പ്രകടിപ്പിച്ചവരവിടെ, എൻ്റെ മഹത്വത്തിന് വേണ്ടി സ്നേഹിക്കാൻ തയ്യാറായവരെവിടെ? അൽ യൗമ ഉളില്ലുഹും, അല്ലേ? ഇന്ന് ഞാൻ അവർക്ക് തണൽ കൊടുക്കും, ഇന്ന് ഞാൻ എൻ്റെ മിളല്ലത്തെ കുട ഞാൻ വിരിച്ചു കൊടുക്കും, അർശാകുന്ന കുടയുടെ തണലിൽ കുളിര് കൊള്ളാൻ ഞാൻ അവർക്ക് ഇന്ന് അവസരം നൽകും. അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ വിശദീകരിക്കാൻ, ആരാണവർ? അല്ലേ? ഈ അള്ളാഹ്ക്കും വേണ്ടി സ്നേഹത്തെ കറകളഞ്ഞ സ്നേഹമാക്കി മാറ്റിയവർ. അവിടെ ഒരു കാപ്പറ്റില്ല, അവിടെ എന്തെങ്കിലും വിദ്വേഷമോ വൈരാഗ്യമോ എന്തെങ്കിലും ആളുകളെ പകപോക്കാനോ അല്ലേ, അതൊന്നുമില്ല. കറ കളഞ്ഞ് സ്നേഹിച്ചവനാണോ അള്ളാഹ് അവരെ പരലോകത്തിൻ്റെ ഭീകരതകളിൽ നിന്ന് റബ്ബ് രക്ഷിക്കുമെന്നാണ്. ഒരുപാട് സമറാത്തുകൾ, ഒരുപാട് ഗുണപാഠങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ നബിവചനങ്ങളും അള്ളാഹുവിൻ്റെ കലാമുകളും ധാരാളം കാണാൻ കഴിയും. സത്യവിശ്വാസികൾ ആ നിലക്ക് പരസ്പരം ഉപദേശവും ആളുകൾ നമുക്ക് സ്നേഹം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ പ്രബോധന രംഗത്ത് പോലും അതിൻ്റെ ഫലം നമുക്ക് കാണാൻ കഴിയും. ആളുകൾ ഇതിനെ സ്വീകരിക്കണം എന്നുള്ള നന്നായ ആഗ്രഹം, കാരണം അവർക്ക് നന്മയുണ്ടാകണമെന്നുള്ള, അവർക്ക് നല്ലത് ലഭിക്കണമെന്നുള്ള നന്നായ അമിതമായ ആഗ്രഹം, അത് ഉള്ളിലുള്ള കറകളഞ്ഞ സ്നേഹത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നല്ല നല്ല നസീഹത്തുകൾ കൊടുക്കും, നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കും, അവരെ പറ്റി നല്ലത് മാത്രം പറയും, അല്ലേ? ഒരിക്കലും അവരെ പറ്റി മോശം പറഞ്ഞിട്ട് എന്ത് ചെയ്യൂല, നമ്മൾ അവരെ ആളുകളെ അനിഷ്ടം പിടിച്ചു പറ്റാനുള്ള ശ്രമം ഉണ്ടാവൂല. അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയൊക്കെ വിശദീകരിച്ചത് ആ ഒരു കാര്യമാണ്. നല്ല ചിന്തകൾ വെച്ച് പുലർത്തുമ്പോൾ നല്ല സ്നേഹം അവിടെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. ഒരിക്കലും എന്ത് ചെയ്യാം, ദുരുദ്ദേശത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, ദുരുദ്ദേശത്തിലും അതുപോലെ തന്നെ ഊഹം വെച്ചിട്ടുള്ള സംസാരങ്ങൾ ഉപേക്ഷിക്കണം. അള്ളാഹ് പറഞ്ഞ വാക്കതല്ലേ. അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇജ്തനിബു കസീറൻ മിനൽ ദൻ, ആളുകളെ പറ്റി ഇങ്ങനെ ഊഹം വെച്ച് ജീവിക്കരുത്. എല്ലാ അത്തരത്തിലുള്ള ഊഹങ്ങളൊക്കെ നിങ്ങൾ മാറ്റി നിർത്തണം.
നമ്മൾ പറഞ്ഞു വന്നത് സത്യസന്ധമായ സ്നേഹം നിലനിർത്തുമ്പോൾ ദുനിയാവിലും നന്നായി ജീവിക്കാം, ആഖിറത്തിലും നന്നായി ജീവിക്കാം എന്നതുമായി ബന്ധപ്പെട്ട ചില നബിയുടെയും ഒക്കെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഒക്കെ ചില ഉപദേശങ്ങളെ മാത്രമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, സ്നേഹം സത്യസന്ധമാണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള എല്ലാവിധ നേട്ടങ്ങളും ഒരു സത്യവിശ്വാസിക്ക് നേടിയെടുക്കാനാവുക. ഒരു മുഅ്മിൻ കറകളഞ്ഞ മുഅ്മിനായിത്തീരുന്നതും ഇത്തരത്തിലുള്ള സത്യസന്ധമായ സിദുക്കുള്ള സദാക്കത്ത് അവൻ്റെ മനസ്സിൽ നിറയുമ്പോഴാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഈർഷ്യതയും അതുപോലെ തന്നെ വൈരാഗ്യവും വിദ്വേഷങ്ങളുമൊക്കെ ഉള്ളിലുള്ള ഇഷ്ടത്തെ, സ്നേഹത്തെ തകർത്ത് കളയുന്നതാണ്. അങ്ങനെയുള്ള മനസ്സുമായി ഒരിക്കലും സത്യവിശ്വാസികൾ കഴിയരുത്. സ്നേഹത്താലുള്ള സമീപനങ്ങളും സ്നേഹത്താലുള്ള സംസാരങ്ങളും ഇടപെടലുകളും ആവണം നമുക്കുണ്ടാവേണ്ടത് എന്നൊക്കെ അള്ളാഹു വിശുദ്ധ ഖുർആൻ്റെ പല ആയത്തുകളിലൂടെ ഓർമ്മിപ്പിച്ച കാര്യമാണ്. സൂറത്ത് ഹുജറാത്തിൽ ഒരു ആയത്ത് പറഞ്ഞപ്പോഴാണ് ബാങ്ക് കൊടുത്തത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹ് പറയാം, മുഅ്മിനീങ്ങളെ, ഇജ്തനിബു കസീറം മിനദ്ദൻ, എല്ലാവിധ ധാരാളം ഊഹങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക. ആൾക്കാരെ പറ്റി ഇങ്ങനെ ഊഹങ്ങൾ പറയും അല്ലേ, ഓനങ്ങനേൻ, ഓളങ്ങനേൻ, അവരങ്ങനേൻ, അതങ്ങനെ ആവാം, ഇങ്ങനെ ആവാം എന്നുള്ള നിലക്കൊക്കെ പല ഊഹങ്ങളുടെ പിന്നിൽ ചെന്ന് ഉദ്വേഷങ്ങളുടെ പുതുനാമ്പുകൾ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും. എന്നിട്ട് അതിങ്ങനെ പടർന്ന് പന്തലിച്ച് വലിയ മരങ്ങളായൊക്കെ മാറി അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, സമൂഹത്തിനുണ്ടാകുന്ന കുഴപ്പങ്ങൾ. അല്ല പറയൻ, ഊഹങ്ങളുടെ പിന്നിൽ നിങ്ങൾ എന്ത് ചെയ്ത് പോകരുത്, ഊഹങ്ങളെ വെടിയുക. ഇന്ന ബഅള ഇസ്മുൻ, അല്ല പറയുന്നു ഇത്തരത്തിലുള്ള ഊഹങ്ങളൊക്കെ എന്താണ്, അത് പാപമാണ്, വലിയ പാപമാണ്, കുഴപ്പമാണ്. വലാ തജസ്സസു, ചാരവൃത്തി ചെയ്യരുത്, ചാരപ്പണി നടത്തരുത്. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ളാ, അങ്ങോട്ടും ഇങ്ങോട്ട് ഗീബത്ത് പറയരുത് അല്ലേ, ഗീബത്ത് നമീമത്ത് ഇതുമായിട്ടൊന്നും ജീവിക്കരുത്. അള്ളാൻ്റെ നിർദ്ദേശമാണ്. ഗീബത്തുമായി എന്ത് ചെയ്യരുത്, ഇടപെടരുത്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണ്ട. സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല ആ ഒരു കാര്യത്തെ എടുത്തണിഞ്ഞ് അതുമായി ജീവിക്കാനാണ് അള്ളാൻ്റെ ഉപദേശം. അയ്യുഹിബ്ബു അഹദുക്കും അയ്യകുല ലഹ്മ അഖീഹി മൈത, നമ്മൾ ഓതിപ്പോയ ആയത്താണ്. മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ ശരീരത്തെ പച്ചയായി തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ സ്നേഹത്തെ അല്ല അല്ലേ, സ്നേഹമില്ലായ്മയുടെ ഏറ്റവും വലിയൊരു ദുരന്തത്തെ, അതിൻ്റെ മോശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് വിശദീകരിക്കാൻ. ഒരു സത്യവിശ്വാസി അങ്ങനെ അല്ലേ അതിനൊക്കെ അത്തരത്തിലുള്ള ദുർചിന്തകളെയും ദുസ്വഭാവങ്ങളെയും അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. അള്ളാഹ് നമ്മളെങ്ങനെ സംസ്കരിക്കുന്നതും അള്ളാഹു നമ്മളെ വിമലീകരിക്കുന്നതും ഇതുപോലത്തെ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ്, ഇതുപോലത്തെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് റസൂലുള്ളയും അതെന്നല്ല സ്വഹാബത്തിന് കൊടുത്തത്. നല്ല സ്നേഹം അവർക്കിടയിൽ നിലനിൽക്കാൻ റസൂലുള്ള പറഞ്ഞു കൊടുക്കാൻ. എന്താണ്, ഇയ്യാക്കും അൽവന്ന്, ഊഹങ്ങളെ നിങ്ങൾ കരുതിയിരിക്കണം, സൂക്ഷിക്കണം. ഫഇന്നൽവന്ന അക്ദബുൽ ഹദീസ്, അത് സംസാരങ്ങളിലെ മഹാകള്ളങ്ങളാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. വലാ തഹസ്സസ് വലാ തജസ്സസു വലാ തഹസ്സസു വലാ തഹാസദു വലാ തദാബറു വലാ തബാഗദു, ഇതിങ്ങനെ അല്ലാഹ് പറഞ്ഞതിനെ വിശദീകരിക്കണം അല്ലാഹുവിൻ്റെ റസൂൽ. പരസ്പര വിദ്വേഷം വെക്കല്ലേ, പരസ്പരം അസൂയകൾ കാണിക്കല്ലേ, വൈരാഗ്യം വെച്ച് പുലർത്തല്ലേ, ചാരപ്പണികൾ നടത്തല്ലേ. അതുപോലെ തന്നെ കൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിൻ്റെ ദാസരായി സഹോദരന്മാരായി നിലകൊള്ളണം. സഹോദരന്മാരാണ്, എൻ്റെ സഹോദരനാണ്, അതെൻ്റെ ഉടപ്പറപ്പാണ്, അതെൻ്റെ ഈ ദീനിൻ്റെ കാര്യത്തിൽ അവൻ എനിക്ക് അഹാൻ എന്നുള്ള നിലക്ക് ആ ഒരു മെൻറ്റാലിറ്റിയും ആ ഒരു മാനസികാവസ്ഥയിലേക്കും നിങ്ങൾ കടന്നു വരണം. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ വിശദീകരിക്കുന്നത് ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം കാര്യത്തെക്കാൾ അവർക്ക് പ്രാധാന്യം നൽകണം. അള്ളാഹുവിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയതും അതാണ്, അള്ളാഹ് പഠിപ്പിക്കുന്നതും അതാണ്. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാൻ,
അൻസാരികൾ മുഹാജിറുകളെ സ്വീകരിച്ചതും സ്നേഹിച്ചതും അല്ലെ. അവിടെ അവർക്കെന്തില്ല, അവിടെ സ്വാർത്ഥ താല്പര്യങ്ങളില്ല, ഭൗതികമായ എന്തെങ്കിലും നേട്ടം കിട്ടണമെന്നുള്ള തോന്നലില്ല. കറകളഞ്ഞ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല ചിത്രത്തെ അള്ളാഹ് ആ സൂറ ഹശറിലൂടെ ഇങ്ങനെ വിശദീകരിക്കാൻ, ആ മുഹാജിറുകൾ ഇങ്ങനെ വന്നപ്പോൾ എല്ലാം കൊടുത്തു എന്നാണ്. എല്ലാം കൊടുത്തു. എന്തിനേറെ, വലൗ കാന ബിഹിം ഖസാസ, അവരുടെ കൂട്ടത്തിൽ പട്ടിണി കിടന്ന് ഒട്ടിയ വയറുമായി കിടന്നവർ പോലും അല്ലെ എന്തള്ളത് അത് കൊടുത്ത് സ്നേഹിച്ച് സ്വീകരിച്ചവരാണ് എന്ന് അള്ളാഹു റസൂൽ ഇങ്ങനെ വിശദീകരിക്കും. അതാണ് കറകളഞ്ഞ സ്നേഹം. അവിടെ സ്വാർത്ഥ താല്പര്യങ്ങളില്ല. തനിക്ക് മറ്റുള്ളവൻ തനിക്ക് എന്താണോ ഇഷ്ടം അത് മറ്റുള്ളവനും ഉണ്ടാകണമെന്നുള്ള തോന്നൽ, അതാണ് ഈമാനെന്നും അള്ളാഹു റസൂൽ ഇങ്ങനെ വിശദീകരിച്ചു. അങ്ങനെ അവരോടൊപ്പം ഇങ്ങനെ ചേർന്ന് നടക്കുക. അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിനെ നിറവേറ്റാൻ നടക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന സൗഭാഗ്യങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ അള്ളാഹ് മാറ്റിക്കൊടുക്കും, അവരുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹ് മാറ്റിക്കൊടുക്കും. കാരണം ഇവൻ ദുനിയാവിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവനാണ്, മറ്റുള്ളവനെ സ്നേഹിച്ചവനാണ്. ഇവനെ സ്നേഹിക്കുന്നവൻ റബ്ബാൻ. അവൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കും, അവൻ്റെ ന്യൂനതകൾ അള്ളാഹ് മറച്ചു കൊടുക്കും, അവൻ്റെ എല്ലാവിധ പ്രതിസന്ധികളിലും അള്ളാഹു അവന് കാവലും സഹായിയുമാകും. അള്ളാഹു റസൂൽ ഇങ്ങനെ വിശദീകരിച്ച് സ്നേഹത്തെ ഇങ്ങനെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ നിറച്ചു കൊടുത്ത് ഏറ്റവും നല്ല സ്നേഹിതരാക്കി അള്ളാഹു റസൂൽ അവരെ മാറ്റി. കാരണം ആ സ്നേഹം അത് ഇഹലോകത്തും നിലനിൽക്കുന്നിടത്തോളം പരലോകത്തും അതിൻ്റെ എല്ലാവിധ അനുഭവങ്ങളും എല്ലാവിധ അനുഭൂതികളും അവർക്ക് ജീവിതത്തിൽ രുചിച്ചറിയാനാവും. എങ്ങനെ സ്നേഹിക്കണം അതും അള്ളാഹു റസൂൽ പറഞ്ഞു. നല്ലോണം സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരു കാര്യം, പ്രാർത്ഥിക്കുക. അത് സ്നേഹത്തെ സാക്ഷാത്കരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. സ്നേഹം ഉള്ളിലുണ്ടായാൽ പോരാ, അത് തുറന്ന് പറയാനും അള്ളാഹു റസൂൽ പറഞ്ഞു. സഹാബി പറയണേ, എനിക്ക് അവനെ ഇഷ്ടമാണ്. അള്ളാഹു റസൂൽ ചോദിച്ചു, നീ ആ ഇഷ്ടം അവനോട് പറഞ്ഞോ? പറയണം. അല്ലെ, ഉള്ളിൽ ഒതുക്കാനുള്ളതല്ല, അത് പറഞ്ഞു. ആ പറഞ്ഞല്ലേ, ആ ഒരു എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിയും അത് ആ നബിയുടെ വാക്കുകളിലൂടെ മുആദിനോട് പറയാ, മുആദെ ഉഹിബ്ബുക ഫില്ല. അന്ന് മുആദ് രാത്രി ചിലപ്പോൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം എന്താ, ആ ഒരു നബിൻ്റെ കറകളെ ഒരിക്കലും കാപ്പട്യവും ഒരു കള്ളവുമില്ലാത്ത അള്ളാഹിൻ്റെ റസൂല് പറയാൻ, ഉഹിബ്ബുക ഫില്ല, നിന്നെ അള്ളാഹിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമാണ്. അള്ളാഹിൻ്റെ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ എനിക്കറകളഞ്ഞ സ്നേഹമാണ്, സത്യസന്ധമായ സ്നേഹമാണ് മുആദെ എന്ന് പറഞ്ഞെങ്കിൽ ആ മുആദ് അതിനെ ഓർത്തൊക്കെ ആ എത്ര നാളുകൾ ജീവിച്ചിട്ടുണ്ടാകും. നബിയുടെ ഹദീസ് കൂടിയാണല്ലോ ആ ഒരു വരി. അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ കാണാം നബി പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കാൻ ഓരോ കാര്യങ്ങളെ അള്ളാഹു റസൂൽ ഇങ്ങനെ പറഞ്ഞു. അതിൽ ഒന്ന്, സ്നേഹത്തെ സാക്ഷാത്കരിക്കാനുള്ള ഒരു മാർഗ്ഗം നന്നായി പ്രാർത്ഥിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ അവിടെ സ്നേഹം ഉണ്ടാവും. അവിടെ അല്ലേ, നമുക്ക് ആദ്യം നമ്മളിങ്ങനെ ആലോചിക്കുക, ആരോടാണ് നമുക്ക് പകയുള്ളത്, ആരോടാണ് നമുക്ക് ദേഷ്യമുള്ളത്, ആരോടാണ് നമുക്ക് ഈർഷതയും, ആരെയാണ് തകർക്കണമെന്ന് നമ്മളിങ്ങനെ വിചാരിക്കുന്നത്. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. അല്ലേ, മുഅ്മിനീങ്ങളാവുമ്പോൾ വേണ്ടേ, അത് കഴിയണം. സത്യവിശ്വാസികൾക്ക് കഴിയണം. അത് അള്ളാഹു നൽകുന്ന നിർദ്ദേശമാണ്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, മുൻഗാമികളായ ആളുകൾക്ക് ശേഷം കടന്നു വന്ന ചില മുഅ്മിനീങ്ങളുടെ സവിശേഷത, യഖൂലൂന റബ്ബന ഗഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. ഈമാനോടുകൂടി മുഅ്മിനീങ്ങളായി ഈ ദുനിയാവിൽ നിന്ന് കടന്നുപോയ ഒരുപാട് നല്ല അള്ളാഹുവിൻ്റെ ദാസന്മാരുണ്ട്, ഞങ്ങളുടെ സഹോദരന്മാർ. റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണേ, ആ സഹോദരന്മാർക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അവിടെ എന്തില്ല, കാപ്പറ്റ് നിറഞ്ഞ സ്നേഹമില്ല, അവിടെ ഹസദില്ല, അവിടെ ബുഗദില്ല, അവിടെ ഒരു നിലക്കുമുള്ള ഈർഷതയും മറ്റുള്ള വിദ്വേഷവും ഒന്നുമില്ല. അവിടെ സ്നേഹമാണ്. കറകളഞ്ഞ സ്നേഹം. റബ്ബേ അവനക്ക് കൊടുക്കണേ, അവനക്ക് നന്മകൾ നൽകണേ, അവൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവണേ, പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിലുണ്ട് നമ്മുടെ മനസ്സുകളിൽ നമ്മൾ വൈരാഗ്യം വെച്ച് പുലർത്തിയവൻ, അക്കൂട്ടത്തിലുണ്ട് നമുക്ക് ദേഷ്യവും ഈ അനിഷ്ടവും തോന്നിയവർ. പക്ഷേ അത് കറകളഞ്ഞ സ്നേഹമാണെങ്കിൽ അതൊന്ന് ഉള്ളിന്നാട് പോകണം. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അതിൽ ഞാൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അല്ലേ, അതാണ് അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹും നമ്മളോട് കാണിക്കാൻ പറഞ്ഞ സ്നേഹമെന്നാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ രീതിയിൽ. അതുപോലെ തന്നെ സലാം പറയുമ്പോൾ സ്നേഹം ഉണ്ടാവും. റസൂൽ അങ്ങനെ പറഞ്ഞ ഈ സ്നേഹത്തിൻ്റെ സാക്ഷാത്കാരം, അതിൻ്റെ തഹ്ഖീഖിയ, അതിനെ ഏറ്റവും നല്ല നിലക്ക് അതിനെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് സലാം പറയുക. നന്നായി സലാം. പക്ഷേ നമ്മൾ ദേഷ്യമുള്ളവന് വന്നു കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞു പോലാൻ സലാം പറയൂല. എത്ര ആൾക്കാരെ കാണാം, ഞാൻ പറയില്ല. കാരണം അവൻ എൻ്റെ അടുത്ത് എന്നെ പറ്റിച്ചുണ്ടാക്കിയ എൻ്റെ മുതൽ എത്ര പഴയ ആൾക്കാരൊക്കെ ഇന്നും അവരുടെ മനസ്സുകളിൽ വെച്ച് പുലർത്തുന്ന ഈർഷതാലെ ഞാൻ പറയില്ല സലാം പറയണം.
ഞാൻ പറയില്ല സലാം, ഞാൻ പറയൂല, കാരണം ഞാൻ പുറത്തു കൊടുക്കൂല, വിട്ടുകൊടുക്കൂല. എന്താണത്? അത് സ്നേഹമാണ്. എങ്ങനെ അവൻ്റെ ഈമാൻ പൂർണ്ണമാവുക? ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ ആ മനസ്സിനെ അവൻ ഇങ്ങനെ നബി വചനങ്ങളിലൂടെ, ഈ കേട്ട ആയത്തുകളിലൂടെ അതിനെങ്ങനെ കഴുകിയെടുക്കാൻ കഴിയണം, അതിനെങ്ങനെ സംസ്കരിക്കാൻ കഴിയണം. അപ്പോൾ അവൻ പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അള്ളാൻ്റെ റഹ്മത്തും അള്ളാൻ്റെ സലാമും നിനക്ക് ഉണ്ടാവട്ടെ. രണ്ടാൾക്കാർ ഇങ്ങനെ തെറ്റിയപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞു, ആ കൂട്ടത്തിൽ അള്ളാൻ്റെ പ്രവാചകർ ആദ്യം ആരാ സലാം പറയേണ്ടത്? അപ്പോൾ അള്ളാൻ്റെ റസൂല് പറയാൻ, അള്ളാഹിനോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ ഇഷ്ടമുള്ളവനാര് അവൻ പറയട്ടെ സലാം. അള്ളാഹിനോട് ഏറ്റവും അടുക്കുന്നവൻ, ആദ്യം സലാം പറയുന്നവൻ അവങ്ങോട്ട് പറയട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കണ്ട, അങ്ങോട്ട് ഓടി പറയുന്നത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങളത് ചെയ്താൽ തഹാബബത്തും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാകും എന്നൊക്കെ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ ഇത് ആദ്യം റസൂൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് സ്വഹാബത്തിലാണ്. സ്വഹാബത്ത് പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ നഹ്നു മഅൻ നബി ഇദാ തലഅ റജുലുൻ മിൻ ബകാനിൻ ബഈദ് ബാദർനാഹു ബിസ്സലാം. ഞങ്ങൾ നബിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ തല അങ്ങ് വിദൂരതയിൽ നിന്ന് തെളിഞ്ഞാൽ, കാരണം മണലാൻ മരുഭൂമിയാൻ, ഒരാളിങ്ങനെ വിദൂരതയിൽ നിന്ന് നടന്നു വരുമ്പോൾ ആദ്യം കാണൽ അയാളുടെ തലയായിരിക്കും. ആ തല ഇങ്ങനെ ഉയർന്നു വന്നാൽ ഇദാ ത്വലഅ അലൈനാ റജുലുൻ മിൻ മകാനിൻ ബഈദ്, ദൂരെ നിന്നാണ് ഒരാൾ വരുന്നതെങ്കിൽ ബാദർനാഹു ബിസ്സലാം, ഞങ്ങൾ സലാമും കൊണ്ട് അയാളിലേക്ക് ഓടിയെടുക്കാറുണ്ടായിരുന്നു. കാരണം അവർക്കിടയിൽ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല അടയാളങ്ങളെയും ഏറ്റവും നല്ല ചിത്രങ്ങളെയും അല്ലാഹു റസൂൽ ഇങ്ങനെ അവർക്കിടയിലൂടെ ഇങ്ങനെ വരച്ച് കാണിക്കുന്നതാണ് ഈ നബി വചനങ്ങളും ഈ നബിയുടെ ജീവിതമൊക്കെ നമുക്ക് കാണിക്കുന്നത്. ഇതൊക്കെ ഓരോ സഹാബത്തിൻ്റെ ജീവിതത്തിൽ കാണാം. അബൂസലമൊക്കെ അബൂസലമയെ സ്നേഹിച്ച സ്നേഹം അതിവിശാലമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അബൂസുറൈനെ സ്നേഹിച്ച ഉമ്മു സറൈൻ്റെ സ്നേഹം അല്ലാഹു റസൂൽ വിശദീകരിച്ചതാണ്. ഉമ്മു സുലൈം, ഇവരെ മൂന്നാളെ പേരും ഒരേപോലെ, അതൊക്കെ പറയുകയാണെങ്കിൽ വളരെ രസം. ഉമ്മു സുലൈമും ഉമ്മു സലമയും അതുപോലെ തന്നെ ഉമ്മു സറവും. ഒന്ന് ഉമ്മു സറവും അബൂ സറൈൻ്റെ കഥ ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഒരു സ്വഹീഹായ ഹദീസിൽ ഇങ്ങനെ 11 പെണ്ണുങ്ങൾ ആയിഷ ബീവിൻ്റെ അടുത്തിരുന്നിട്ട് അവരുടെ ഭർത്താക്കന്മാരങ്ങനെ വിശദീകരിച്ച വിശാലമായൊരു ഹദീസാണ്. നമുക്കറിയാം അതിൽ 11ാമത്തവൾ അവൾ പറയാണ് ആയിഷ ബീവിനോട്, എൻ്റെ ഭർത്താവ്, ആ ഭർത്താവിനെ പറ്റി ഇങ്ങനെ മദ്ഹ് പറഞ്ഞ വർത്തമാനങ്ങൾ അല്ലേ, എൻ്റെ കാതിൽ കമ്മൽ നിറച്ചവൻ. അതൊക്കെ ആരെങ്കിലും ആ ഹദീസിൻ്റെ ഒരു ഭാഷാ സൗന്ദര്യമുണ്ട്, കടിച്ചാൽ പൊട്ടാത്ത ചില വേർഡുകളാണ്. എത്ര രസകരമായിട്ടാണ് ആയിഷ ബീവി അത് കാണാതെ പഠിച്ച് പറഞ്ഞത്. ആയിഷ ബീവി ആരാൻ സഹാബ വനിതകളിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ നമുക്ക് പരിചയപ്പെടുത്തിയ ഈ ഓരോ വരി ഇങ്ങനെ ആയിഷ ബീവി ഓർത്തെടുത്ത് പറഞ്ഞെങ്കിൽ ആ ഹദീസിന് അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ട്. ആയിഷ ബീവി ഇങ്ങനെ പറയാണ്, ആ 11ാമത്തവൾ പറയാൻ, എൻ്റെ കാതിൽ കമ്മൽ നിറച്ചവൻ എൻ്റെ ഭർത്താവ്, അതുപോലെ തന്നെ എൻ്റെ മെലിഞ്ഞൊട്ടിയ ശരീരത്തിന് ഭക്ഷണം തന്ന് അതിനെ പുഷ്ടിപ്പിച്ചെടുത്തവൻ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കളെ നല്ല നിലക്ക് നോക്കിയ എൻ്റെ ഭർത്താവ്. അങ്ങനെ ഓരോ മതവും പറഞ്ഞു. ആ എൻ്റെ അബൂസർ എന്ന എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയെ അറിയുമോ? ആ ഉമ്മ എന്ന് പറഞ്ഞാൽ നന്നായി സ്നേഹിക്കാൻ അറിയുന്നവൾ, ആ വീട് മുഴുവൻ അവർ നിറക്കുന്ന നന്മകളാണ് എന്ന് ആ ഉമ്മയെ പരിചയപ്പെടുത്തി. എൻ്റെ ഭർത്താവിൻ്റെ മകനെ അറിയുമോ? ഇബ്നു അബിസ്റൈൻ അറിയുമോ? സ്നേഹത്താൽ വാത്സല്യത്താൽ പോറ്റി വളർത്തുന്ന, അവൻ കിടന്നുറങ്ങുന്നത് ഒരു വാളിങ്ങനെ വിരിച്ചതുപോലെയാണെന്ന് വളരെ മദ്ഹ് പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ അബൂസറൈൻ്റെ ഓരോ സവിശേഷതകളെയും എണ്ണി പറഞ്ഞിട്ട് ആ അബൂസറൈനെ പറ്റി പറയാണ്, എനിക്ക് ഒരുപാട് സമ്പത്ത് തന്ന് എന്നെ സമൃദ്ധിയിൽ വളർത്തിയവൻ എൻ്റെ ഭർത്താവ്. ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ആട്ടിൻപറ്റങ്ങളുടെ ശബ്ദങ്ങളായിരുന്നു കേട്ടത്. കാരണം ഞങ്ങൾ പാവപ്പെട്ട കുടുംബമാണ്. ഒരു മലഞ്ചെരുവിൽ ആട്ടിൻപറ്റങ്ങൾ നോക്കി ജീവിച്ചിരുന്ന കുടുംബത്തിൽ വളർന്നവളായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും കരച്ചിലുകൾ കേൾക്കാൻ പാകത്തിൽ വലിയ സമ്പന്നതയിൽ കിടന്നുറങ്ങിയവളാണ് ഞാൻ ഉറങ്ങുമ്പോൾ നേരം പുലരുമ്പോഴല്ലാതെ ഉണരാറില്ല. കാരണം എനിക്ക് വേലക്കാരും മറ്റ് ഓരോ സഹായികളൊക്കെ പലരുണ്ട്. നേരം വെളുക്കണത് വരെ കിടന്നുറങ്ങാൻ എനിക്ക് എല്ലാവിധ സൗകര്യവും ഒരുക്കി തന്ന അബൂസർ എൻ്റെ ഭർത്താവ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഒരിക്കൽ 2 കുട്ടികളെ മാറിടത്തിൽ താലോലിക്കുന്ന ഒരുവളെ കണ്ടപ്പോൾ, പാവപ്പെട്ടവളെ കണ്ടപ്പോൾ അവർ ത്വലാക്ക് ചെയ്തു, എന്നെ അവർ ഉപേക്ഷിച്ചു, അവരെ വിവാഹം ചെയ്തു. പക്ഷേ അവരെ വിവാഹം ചെയ്തു, അവർക്ക് സമൃദ്ധിയൊക്കെ കൊടുത്തതിനെ പറ്റി അവിടെ ഒരു പരിഭവം പറഞ്ഞതല്ല. എന്നെ അവർ ത്വലാക്ക് ചെയ്തുവെങ്കിലും പിന്നെ എന്നെ ഒരാൾ വിവാഹം ചെയ്തു, അയാൾ എനിക്ക് ഒരുപാട് സമ്പത്ത് തന്നു, അയാൾ ഒരുപാട് എനിക്ക് അനുഗ്രഹങ്ങളും ഒരുപാട് വലിയ സൗകര്യങ്ങളും തന്നു. പക്ഷേ ആ സൗകര്യങ്ങളൊന്നും അബൂസർ നൽകിയതിൻ്റെ ഏറ്റവും ചെറിയ ഒരു നിഅമത്തിൻ്റെ അരികിലേക്ക് എത്തുന്നതല്ല. അതാണ് അബൂസർ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ
റസൂൽ അവസാനം ആയിഷ ബീവിനോട് പറയാണ്, ആയിഷ എനിക്ക് ഞാൻ നിനക്ക് ഉമ്മുസറ അബൂസറനെ സ്നേഹിക്കുന്നത് പോലെ കറകളഞ്ഞ ഏറ്റവും നല്ല സ്നേഹമാണ് ആയിഷ എനിക്ക് നിന്നോട് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞപ്പോൾ ആയിഷ ബീവിയുടെ ചില മറുപടികളെ ചില മുഹദ്ദിത്തുകൾ ഇങ്ങനെ വിശദീകരിക്കണത് കാണാം. ഉമ്മുസറയിന് അബൂസറയിനുള്ള പോലല്ല, അതിലും അപ്പുറമാണ് ആയിഷ ബീവിയോട് അള്ളാഹുവിൻ്റെ റസൂലിനുള്ള സ്നേഹം. അതാണ് ദാമ്പത്യ ജീവിതത്തിലെ കറകളഞ്ഞ സ്നേഹം. അത് അബൂസറയിൻ്റെ ചരിത്രം ഇങ്ങനെ പറയുമ്പോൾ പല കാര്യങ്ങൾക്കും അത് തെളിവാണെങ്കിലും സ്നേഹത്തിൻ്റെ കറകളഞ്ഞ സ്നേഹത്തിൻ്റെ നിലനിൽപ്പിനെയാണ് സ്വഹാബത്ത് ഇങ്ങനെ പരിചയപ്പെടുത്തി. നമ്മുടെ ഉമ്മ ആയിഷ ബീവി നമുക്ക് പരിചയപ്പെടുത്തിയത്. അങ്ങനെ കറകളഞ്ഞ സ്നേഹം ഉണ്ടാവണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ചിന്തകളാൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമാവണം. അല്ലാത്ത പക്ഷം അതെന്താവും, ദുരുദ്ദേശങ്ങളും മറ്റുള്ള സ്വാർത്ഥ താല്പര്യങ്ങളാവുമ്പോൾ അവിടെ ഹസദും കുശുമ്പും മറ്റുള്ള എല്ലാവിധ ദോഷങ്ങളും നമ്മളെ ബാധിക്കുമെന്നുള്ളതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലേ. അവിടെ നമ്മൾ അബൂസറിൻ്റെ ഉമ്മുസറിൻ്റെ പറയും, ഉമ്മു സുലൈമിൻ്റെ പറയുകയാണെങ്കിൽ അതിലേറുണ്ട്, ഉമ്മു സലമയുടെയും അതിലേറുണ്ട് അല്ലേ. എത്ര തൻ്റെ ഭർത്താവിലേക്ക് വേണ്ടി 200-300 കിലോമീറ്ററുകളോളം ഒറ്റയ്ക്ക് യാത്ര പോയ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പത്നി ഉമ്മു സലമയുടെ ചരിത്രവും കറകളഞ്ഞ സ്നേഹത്തെ വിശദീകരിക്കുന്ന ഭർത്താവിനോടുണ്ടായിരുന്ന സ്നേഹം. ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആ ഒരു സത്യസന്ധമായ സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാവിധ പ്രതിസന്ധികളും എല്ലാവിധ പ്രയാസങ്ങളും മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വരുന്നത്. എന്തെല്ലാം പ്രയാസങ്ങളാണ്. കറകളഞ്ഞ സ്നേഹം അള്ളാഹുവിൻ്റെ അല്ലെ അള്ളാഹിൻ്റെ വജൂദ്ദേശിച്ചാകുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടം, അള്ളാഹുവിൻ്റെ സഹായം. എത്രയാണ് ഉമ്മു സലമക്ക് അള്ളാഹിൻ്റെ സഹായം വന്നത്. അള്ളാഹിൻ്റെ സഹായം ഇങ്ങനെ ഒരു പേമാരി പോലെ ഓരോ പ്രതിസന്ധികളിലും പറക്കമുറ്റാത്ത കുഞ്ഞിനെയും കൊണ്ട് അബൂസലമയുടെ കുടുംബക്കാർ പോയി. അബൂസലമ മദീനയിലേക്കും പോയി. ഒറ്റക്കായ ഉമ്മു സലമ അല്ലെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കാൻ തൻ്റെ പ്രിയതമൻ്റെ അരികിലേക്ക് മദീനയിലേക്ക് മടങ്ങിച്ചെല്ലാൻ അള്ളാഹു ചില സഹായങ്ങൾ അല്ലെ ഓരോരോ വ്യക്തികളിലൂടെ ഇങ്ങനെ കൊണ്ടുവന്നു എന്നാണ്. ഒടുവിൽ തനിക്ക് പോകാൻ ഒരാൾ സൗകര്യം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മക്കയിൽ നിന്നും തൻഈമിൽ നിന്ന് അവർ യാത്ര പോകുമ്പോൾ അബൂസലമയുടെ കുടുംബക്കാർ കുട്ടിയെ കൊണ്ടുവന്ന് ഉമ്മുസലമയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതും ഇവർ 3 പേരും ഒരു ഒട്ടകപ്പുറത്ത് പോകുന്നതും ആ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറും പിടിച്ച് അയാൾ ഇങ്ങനെ നടന്നു പോയി മദീനയുടെ കുബയുടെ അരികിൽ അവരെ ഉപേക്ഷിച്ചു പോരുന്നതും ആ കുബയിൽ ഉമ്മുസലമയും അബൂസലമയും ഒക്കെ ചേർന്ന് നിൽക്കുന്നതുമായ സ്നേഹത്തിൻ്റെ വലിയ വലിയ ചിത്രങ്ങൾ. ആയിഷാ ബീവിക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്തത് ഉമ്മുസലമയാണ്. ഉമ്മുസലമ ഏറ്റവും നല്ല അറിവുള്ള, നല്ല വിവേകിയായ, നല്ല സഹാബത്തിൻ്റെ അറിവുള്ള സഹാബത്തികളുടെ കൂട്ടത്തിൽ കീർത്തി കേട്ടവരാൻ. പ്രവാചകൻ്റെ പത്നിമാരിൽ അവസാനം മരണപ്പെട്ടവളുമാണ്. ഏറ്റവും നല്ല ഒരാൾ അല്ലേ. അബൂസലമ മരണപ്പെട്ട ഉഹുദ് യുദ്ധത്തിലെ പരിക്കേറ്റ് അബൂസലമ മരണപ്പെട്ടപ്പോൾ അബൂസലമ പറയാൻ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നീ വേറൊരാളെ വിവാഹം കഴിക്കുമോ? ഞാൻ അല്ലെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് ചേരണം എന്നുള്ള നിലക്ക് അതിൻ്റെ വിശദീകരണത്തിൽ ഇങ്ങനെ ആ വരികളെ കാണാം. അന്നേരം പറയാൻ, ഞാൻ ആരെയും വിവാഹം കഴിക്കൂല. അപ്പോൾ അബൂസലമ പറഞ്ഞ വാക്കാൻ, എന്നെക്കാളും ഹൈറായ ആളെ നീ വിവാഹം ചെയ്യണമെന്നാണ്. അവർ കാത്തിരുന്നുവെന്നാണ്. ലോകത്ത് ഏറ്റവും നല്ല ഹൈറായവൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നുള്ളത് ഉമ്മുസലമക്ക് അള്ളാഹു നൽകുന്ന ആദരവാണ്, അള്ളാഹു നൽകുന്ന പരിഗണനയാണ്, സ്നേഹമാണ്. സ്നേഹം സത്യസന്ധമാണോ? ഇഹത്തിലും പരത്തിലും അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? എല്ലാവിധ വിജയവും സഹായവും നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നല്ല കറകളഞ്ഞ അല്ലെ ഒരു നിഫാക്കുമില്ലാത്ത, ഒരു കാപ്പട്യവുമില്ലാത്ത, നല്ല ഹൃദയം തുറന്ന മനസ്സുമായി ആളുകളോട് സമീപിക്കുവാനും പെരുമാറുവാനുമുള്ള സൽസ്വഭാവികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ വലിയ അമലുകൾ കൊണ്ട് നേടാൻ പറ്റാത്തത് സത്യസന്ധമായ സ്നേഹം കൊണ്ട് നേടിയെടുക്കാമെന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ റബ്ബ് ആദരിക്കുന്ന, റബ്ബ് ഒരുപാട് പരിഗണനകൾ നൽകുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഈ സംസാരം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഉപകാരപ്പെടുത്തി തരട്ടെ. നമ്മുടെ മനസ്സുകളിലുള്ള ഈർഷതയും പകയും വിദ്വേഷവും അള്ളാഹു നമ്മളിൽ നിന്ന് എടുത്തു കളയാനുള്ള ആ ഒരു നിമിത്തമാക്കി തരുമാറാവട്ടെ. കറകളഞ്ഞ സ്നേഹത്തോടെ ഏറ്റവും നല്ല നിലക്ക് റബ്ബിനെ സ്നേഹിക്കുന്ന, റബ്ബ് സ്നേഹിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ. ഒരുപാട് അസുഖങ്ങളുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവരുടെ അസുഖങ്ങൾ ശിഫയാക്കട്ടെ അല്ലേ. ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർക്ക് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് ഈ അമൽ സ്വീകരിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇയ്യാകും ആമീൻ. വലൈക്കും അസ്സലാം. എന്തൊക്കെ ഹാല്? പേര്? ആക്കിൽ. മാഷാ അല്ലാഹ്, ബുദ്ധിമാനാണ്.
അപ്പോൾ മഷൂമിനെ പരിചയം എന്താ എൻ്റെ അതേപോലെ ഒരാളുടെ ഞാൻ മൻസൂർ അത് ഇന്നലെ ഇറങ്ങിയത് അസീം ഇന്ന് നിങ്ങൾക്ക് അയച്ചു, ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അയച്ചു തന്നെ ഞാൻ മരുമായിട്ട് കാണാന്ന് പറഞ്ഞതാണ്. അതാണ് അവനിന്നിപ്പം അള്ളാഹു ഉസ്താദ് എന്ത് അത് നിങ്ങൾക്ക് വാഹല പുള്ളികളെടുത്തുണ്ടല്ലോ. എന്തൊക്കെ സാർ കൊടുക്കാനുള്ള ആൾ പോയി അടച്ചോനെ ഇഷ്ടപ്പെടണ്ടേ ഇതേതാ